ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഭരണ സംവിധാനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന സാഹചര്യത്തിൽ ദൃശ്യയുടെ ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇപ്പോൾ ആലക്കോട് പഞ്ചായത്തിൽ എത്തിയിരിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ചാനൽ ചർച്ചയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ ദൃശ്യയുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്താം, അവരെ സ്വീകരിക്കാം. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന് അസൗകര്യമുള്ളതുകൊണ്ട് മെമ്പർ സോമൻ ജെയിംസ് ആണ് എത്തിയിരിക്കുന്നത്. LDFിനെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത് PJ രതീഷാണ്. അടുത്തതായി UDFിനെ പ്രതിനിധീകരിച്ച് ബൈജു ജോർജ്, BJPയെ പ്രതിനിധീകരിച്ച് പ്രകാശ് കെ. നമുക്കറിയാം, പല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ജനകീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമുക്ക് ആദ്യം മെമ്പറിലേക്ക് സോമൻ ജെയിംസിലേക്ക് തന്നെ പോകാം. ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഈ 5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ അതിൻ്റെ ഒന്ന് ചുരുക്കി പറയാമോ? എല്ലാവർക്കും നമസ്കാരം. 2021 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണ സംവിധാനം അധികാരത്തിലിരുന്ന 5 വർഷത്തെ ഭരണ നേട്ടങ്ങളോട് ഇന്ന് കണ്ണോടിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള പരിപാടികളുമായിട്ട് നമ്മളെല്ലാ ചാനൽ ചർച്ചകളിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൽ വരുന്ന പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുവാനുള്ള അവകാശവും ധാർമ്മികമായ ഉത്തരവാദിത്വവും തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യം തന്നെയാണ്. ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം എന്നറിയപ്പെടുന്ന നമ്മുടെ പഞ്ചായത്ത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നൊരു വേദിയായി മാറ്റപ്പെടുമ്പോൾ അതോടൊപ്പം നിന്നുകൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർമാരുടെ മനസ്സിലുദിക്കുന്ന ആശയങ്ങൾ മാത്രമല്ല ഒരു പഞ്ചായത്തിൽ നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും നടപ്പാക്കുന്ന പദ്ധതികൾ അത് ഗ്രാമസഭ വഴി നമുക്ക് കിട്ടുന്നതും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ആലക്കോട് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ആലക്കോട് പഞ്ചായത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള വിളവേദിയായിട്ട് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. ഇവിടെ വികസന പ്രവർത്തനങ്ങളുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ ഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കഴിഞ്ഞ 5 വർഷക്കാലമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ആദ്യത്തെ 1-1.5-2 വർഷക്കാലം കോവിഡുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും അതിപ്പോൾ ഏത് പഞ്ചായത്തിൻ്റെ ആണെങ്കിലും മേഖലകളിലൊന്നും വലിയൊരു ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിന് ശേഷം വരുന്ന ഈ 4 വർഷത്തെ ഏകദേശം ഭരണ നേട്ടം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് മുൻകാല ഭരണസമിതി ഇരുന്ന കാലം ഞാനതിനെ കമ്പയർ ചെയ്യുകയല്ല, അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസമായി അവർ തുടങ്ങി വെച്ച അവർ നേതൃത്വം കൊടുത്ത പദ്ധതികളുടെ ഒരു കണ്ടിന്യൂഷൻ പരിപാടി പോലെ തന്നെയാണ് ഞങ്ങളുടെ 13 അംഗ ഭരണ സംവിധാനം മുന്നോട്ട് പോയത്. അത് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് റോഡുകളുടെ വികസനങ്ങളുണ്ട്, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമ്മൾ നടപ്പാക്കിയ പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഒരു സംക്ഷിപ്ത വിവരം ഞാനിപ്പോൾ ആമുഖമായ ഒരു കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒത്തിരിയേറെ വികസന നേട്ടങ്ങളുടെ പദ്ധതിയിലൂടെ കഴിഞ്ഞുപോയ 5 വർഷം നമുക്കൊരു ചർച്ചയിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നത് നമുക്കൊരു ആധികാരികമായിട്ട് പറയാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ആലക്കോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂടെയുള്ളത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബൈജു ജോർജ്, അതുപോലെ തന്നെ CPM പ്രതിനിധി എൻ്റെ സുഹൃത്ത് ശ്രീ രതീഷ്, അതുപോലെ തന്നെ BJPയുടെ പ്രതിനിധി ശ്രീ പ്രകാശൻ. ഇവരെല്ലാം അവരുടെ ആശയങ്ങൾ പറയുന്ന വേദിയായിട്ട് മാറട്ടെ. നിങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ ചെയ്യേണ്ട രീതികളല്ല, ചെയ്യാതെ കഴിഞ്ഞു പോയ രീതികളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കുന്നതിനും കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഒരു നല്ലൊരു സംവാദത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് എടുത്തു പറയാത്തതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയിൽ നമ്മൾക്കറിയാമല്ലോ, കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്ന മാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
നാടിൻ്റെ സമഗ്ര വികസനത്തിന് നേതൃത്വം കൊടുത്ത പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് റോഡ് വികസനങ്ങളാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ, ഒരു നമ്മുടെ ഇവിടെ കാർഷിക മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. കാർഷിക മേഖലയിൽ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അവരുടെ കൂലി ചെലവ് സർക്കാരിൽ എന്ന് പറഞ്ഞ പഞ്ചായത്തിൻ്റെ വിഹിതമായി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. നാടിൻ്റെ സമഗ്ര വികസനം എന്ന് പറയുന്ന റോഡ് വികസനമാണ്, അത് നടപ്പാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായുള്ള ആളുകളുടെ ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട്, ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ നമ്മൾ വീട് കൊടുത്തിരിക്കുന്നു. PMA ലിസ്റ്റിൽ വീട് കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും അവൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവനില്ലാതിരുന്ന കാര്യങ്ങളെ ഉണ്ടാക്കി കൊടുക്കുവാനുള്ള നടപടികൾ, അത് നമുക്ക് ചർച്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പ്രതിനിധിയിലേക്ക് പോകാം. സമഗ്രമായ വികസനമാണ് ഇവിടെ ഈ 5 വർഷക്കാലം നടപ്പിലാക്കിയതെന്നാണ് ഇപ്പോൾ സോമൻ ജെയിംസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. LDFിൻ്റെ പ്രതികരണം എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ പറയും. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ആലക്കോട് പഞ്ചായത്തിൽ UDFിൻ്റെ ഭരണ സംവിധാനം നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പ്രിയപ്പെട്ട സോമൻ ചേട്ടനോട് പറഞ്ഞത്. അതിൽ എടുത്തു പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാടിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ റോഡിൻ്റെ സമഗ്രമായ വികസനമെന്നാണ്. 10 വർഷക്കാലം ഈ ആലക്കോട് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന UDF ഈ ആലക്കോട് പഞ്ചായത്തിൽ പൂർത്തീകരിക്കാത്ത റോഡുകളുടെ എണ്ണം എത്രയെന്ന് എന്നെയും ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അവിടെയല്ല ഇതിൻ്റെ പ്രശ്നം. ഒരു നാടിൻ്റെ സമഗ്രമായ വികസനം എന്ന് പറയുന്നത് റോഡ് വികസനമാണെങ്കിൽ 10ാം വാർഡിൽ ഇതിനു മുമ്പിരുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമതി ഗ്രേസി വിൻസെൻറ്റിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു 5-8 കുടുംബങ്ങളുണ്ട്. 10 വർഷക്കാലമായിട്ട് അവർക്ക് റോഡെന്ന് പറയുന്ന ഒരു സാധനമല്ല. ഇതുപോലെ മഴ നല്ല രീതിയിൽ പെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു രോഗിയെ എടുത്തുകൊണ്ട് കണ്ടത്തിൻ്റെ വരമ്പത്തോടെ പോകേണ്ട ഗതികേടാണ്. 10 വർഷക്കാലം ഇവർ ഭരിച്ച റോഡിൻ്റെ വികസനമാണ് പറയുന്നത്. പിന്നെ ഇവിടെ വികസനം നടത്തിയെന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. ഓരോ വർഷവും ചിലപ്പോൾ 3-4 അല്ലെങ്കിൽ ഒരു 20 മീറ്റർ അധികത്തിന് വേണം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെവിടേക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഒന്ന് പോയി നോക്കിക്കേ. ചുമ്മാ ഇവിടെ നിന്നിട്ട് പറയുകയാണ് ഞങ്ങളിവിടെ വികസനം നടത്തിയെന്ന് പറയുമ്പോൾ സമഗ്രമായിട്ട് റോഡിൻ്റെ വികസനത്തെക്കുറിച്ച് പറയണം. ഒരു വികസനവും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഇവർ നടത്തിയിട്ടില്ല. ഇവർ നടത്തിയിട്ടുള്ള വികസനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ഒന്ന് ഓർത്തണം. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ UDFിൻ്റെ ഭരണസമിതി ആലക്കോട് പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീതം വെപ്പാണ്. വീതം വെപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും. ഇടതുപക്ഷ മുന്നണി ആയിക്കോട്ടെ, വലതുപക്ഷം ആയിക്കോട്ടെ, UDFിൻ്റെ സംവിധാനത്തിലുള്ളവരായിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കേരള കോൺഗ്രസ് ആയിക്കോട്ടെ, അവരൊക്കെ പരസ്പരം സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കും. 2 വർഷം കോൺഗ്രസ് ആയിരിക്കും, 2.5 വർഷം കേരള കോൺഗ്രസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പാർട്ടി സ്വന്തം പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ വീതം വെച്ചിരിക്കുമോ? ഇവിടെ കണ്ടതാ. 1.5 വർഷം കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, 1 വർഷം വേറൊരു പ്രതിനിധി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, 2.5 വർഷം ഇവരുടെ ഘടകകക്ഷിയുടെ ഒരാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് ഭരിക്കുന്നു. വീതം വെക്കൽ മാത്രമല്ലാണ്ട് മറ്റൊരു പ്രവർത്തനവും ഈ ആലക്കോട് പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നടത്തിയിട്ടില്ല. പിന്നെ ഈ ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇപ്പോൾ സോമൻചാണ്ടിനൊക്കെ ശാല ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം വേണം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ 9 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഈ കേരളത്തിൽ 6.5 ലക്ഷത്തിൽ പരം വരുന്ന ലൈഫ് ഭവന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് വളരെ മാതൃകാപരമായിട്ടൊരു പ്രവർത്തനം നടത്തുമ്പോൾ ആലക്കോട് പഞ്ചായത്ത് കൊടുത്ത വീടുകളുടെ എണ്ണം 79. അതിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് 59 എണ്ണമാണ്. വെറും 10 വർഷക്കാലത്തിനിടയിൽ 79 വീട് കൊടുത്ത് ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ആലക്കോട് പഞ്ചായത്തിലെ ഭവനരഹിതരായിട്ടുള്ള ആളുകളെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പൂർണ്ണമായിട്ടും പൂർണ്ണ സജ്ജമായ ഒരു വീട്ടിലെത്തിക്കുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വൻ പരാജയമാണ്. അതിനുശേഷം പറയാണ് PMAY ഇവർ കൊടുത്തിരിക്കുന്നത് വെറും 4 വീടുകളാണ് കൊടുത്തിരിക്കുന്നത്. 4 വീടുകൾ കൊടുത്തിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഭവനമെന്ന സ്വപ്നത്തെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ആലക്കോട് പഞ്ചായത്തിൽ വന്നെന്ന് പറയുകയാണ് ഞങ്ങളിവിടെ ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കിയെന്ന്. ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. ഈ ആലക്കോട് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ ഈ തൊടുപുഴ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത പ്രദേശത്ത് ഒരു പഞ്ചായത്തിൽ പോലും ഇത്രയും യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തില്ല. ഈ ആനക്കയം പ്രദേശത്ത് നോക്കിയാൽ മതി. ആനക്കയം, തളയനാട്, അഞ്ചിരി തുടങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർക്ക്
ഈ ആലക്കോട് എത്തിച്ചേരാൻ ഒരു നിർവാഹമില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യവും ചെയ്യാതിരുന്നിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങൾ പറയുന്നത്. പറയാം, നമുക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ട്, UDF പ്രതിനിധി ബൈജു ജോർജ്. എങ്ങനെ LDFന്റെ ഈ വാദങ്ങളോട് എങ്ങനെ ഇതിനെ ഖണ്ഡിക്കുന്നു? 1955 ഈ ആലക്കോട് പഞ്ചായത്തിൽ ഈ പഞ്ചായത്ത് രൂപീകൃതമാവുകയും അതിനുശേഷം 1979 മുതൽ ഇലക്ഷനിലൂടെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയി 9ാമത്തെ ഭരണസമിതിയാണ് ഈ ആലക്കോട് പഞ്ചായത്തിൽ ഭരിക്കുന്നത്. ഈ ഭരണസമിതി 2019 ഡിസംബർ 21 അധികാരത്തിൽ വന്നപ്പോൾ സോമചേട്ടൻ പറഞ്ഞ പോലെ കോവിഡ് എന്ന മഹാമാരിയിലൂടെ നമ്മുടെ വികസന പ്രവർത്തനം അതിനുശേഷമുള്ള പ്രളയങ്ങളിലൂടെ ഈ ഭരണസമിതിയിലെ 2 വർഷങ്ങൾ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു എന്ന് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ആലക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൊച്ചു പഞ്ചായത്ത്, ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ പഞ്ചായത്ത് എങ്കിൽ പോലും നമ്മൾ ഈ പഞ്ചായത്തിൽ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ആരോഗ്യ മേഖലയെ തന്നെ എടുത്തു നോക്ക്. PHC പോലെയുള്ള ആരോഗ്യ മേഖല കോവിഡ് സമയങ്ങളിൽ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളെ, ഈ പഞ്ചായത്തിലെ ജനങ്ങളെ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കാൻ ഈ പഞ്ചായത്ത് ഭരണ സമിതിയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ഈ നാട്ടിലെ സന്നദ്ധ സംഘടനകളെല്ലാം കൈകോർത്ത് നിന്നപ്പോൾ ഈ പഞ്ചായത്ത് ആർദ്ര കേരളം പുരസ്കാരം തന്നെ ആദരിച്ചവരാണ് ഈ ആലക്കോട് പഞ്ചായത്തിനെ. 5 ലക്ഷം രൂപ നമുക്ക് ആർദ്ര കേരളം പുരസ്കാരത്തിലൂടെ ലഭിച്ചു. അതിന് പിറ്റേ വർഷം ആർദ്ര കേരളം പുരസ്കാരം 2 ലക്ഷം രൂപ ലഭിച്ചു. അത് കഴിഞ്ഞ് കായകൽപ്പ പുരസ്കാരങ്ങൾ ലഭിച്ചു. ഒരു വികസന പ്രവർത്തനവും ഇല്ലാത്ത പഞ്ചായത്തിന് ഈ സർക്കാർ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുമോ? ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് യാഥാർത്ഥ്യമാവുക എന്ന് പറഞ്ഞാൽ റോഡ് വികസന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വാർഡുകളിൽ അല്ലെങ്കിൽ ഈ ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ മെയിൻ്റനൻസ് ഫണ്ടായിട്ട് നമ്മൾ ഉപയോഗിച്ചത് 1,81,39,012 രൂപയാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് വിഹിതമായി നമ്മുടെ പഞ്ചായത്തിൽ ഈ 5 കൊല്ലം കൊണ്ട് നമ്മൾ പൂർത്തീകരിച്ചത് 59,32,032 രൂപയാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ 35,54,246 രൂപയും അതുപോലെ തന്നെ നോൺ റോഡ് ഫണ്ടായിട്ട് 1,87,95,022 രൂപയാണ് നമ്മൾ ഈ 5 കൊല്ലം കൊണ്ട് ഈ ആലക്കോട് പഞ്ചായത്തിൽ നമ്മൾ വികസന പ്രവർത്തനം നടത്തി. അതുപോലെ തന്നെ ജനറൽ ഫണ്ടിലും മെയിൻ്റനൻസ് ഫണ്ടുമായി 5,37,58,241 രൂപ നമ്മൾ ഈ 5 കൊല്ലം കൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. പിന്നെ ലൈഫ് ഭവന പദ്ധതി, ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഇപ്പം നമ്മൾ ഈ 5 കൊല്ലമായിട്ട് നമ്മൾ മുടക്കിയത് 1,35,77,377 രൂപയാണ്. അതുപോലെ തന്നെ PMAYയിലെ 35 ലക്ഷവും സുവർണ പദ്ധതിയായിട്ട് 4 ലക്ഷം രൂപയാണ് നമ്മൾ ഈ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. അത് ലൈഫ് ഭവന പദ്ധതിയിൽ 79 വീട് എഗ്രിമെൻ്റ് വയ്ക്കുകയും കംപ്ലീറ്റ് ചെയ്തത് 56 വീടും അതുപോലെ തന്നെ പുരോഗതി നടക്കുന്ന 26 വീടുകളുമുണ്ട്. അതുപോലെ തന്നെ PMAY എഗ്രിമെൻ്റ് പ്രകാരം 37 വീടുകളും അതിൽ 6 വീടുകളും നമ്മൾ പൂർത്തീകരിച്ചതാണ്. എല്ലാ വീടുകളിലും ഒരു 97% വീടുകളിൽ കുടിവെള്ള പദ്ധതി എത്തിച്ചു. അതുപോലെ തന്നെയുള്ള എല്ലാ വികസന മേഖലയിലും കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും ഏത് മേഖലയിലാണേലും ഈ ചുരുങ്ങിയ കാലത്തുള്ളിൽ ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ബാക്കിയുള്ളത് പറയാം. നമുക്ക് BJP പ്രതിനിധി പ്രകാശ് കയ്യുണ്ട്. ഇവിടെ LDF പറയുന്നു വികസനം നടന്നിട്ടില്ല എന്ന്, ഭരണകക്ഷിയായ UDF പ്രതിനിധികൾ പറയുന്നു വളരെ നല്ല ഭരണമാണ് കാഴ്ചവെച്ചെന്ന്. BJPക്ക് എന്താണ് പറയാനുള്ളത്? ഇവർ രണ്ടുപേരും ഒറ്റ ചങ്ങാതിമാരാ. ഇവിടെ ആലക്കോട് വിട്ട് കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒറ്റ ചങ്ങാതിമാരാണ്. ഇവിടെ കിടന്ന് ഇവർ ഈ പഞ്ചായത്തുകൾ തമ്മിലടി ഉണ്ടാവും മാത്രമേ ഉള്ളൂ. ഇവർ ഒരു രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കഴുത്തെ ഇതിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് ഇവിടെ ഒരു മൃഗാശുപത്രി ഉണ്ട്. മൃഗാശുപത്രി ഇവിടെ ഒരു വലിയൊരു ഡോഗിനെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പോയി ചികിത്സിക്കാനുള്ള സൗകര്യമില്ല. ഓട്ടോ സ്റ്റാൻഡ് അതിലൊക്കെ ഒരു ഇലക്ട്രിസിറ്റി ഓഫീസ്, പിന്നെ അതിലൊക്കെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ BJP പ്രതിനിധിയാണ്. അതുപോലെ പഞ്ചായത്ത് പറയുന്നു പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ഷെഡ് ഉണ്ട്. അവിടെ അതിൻ്റെ മുകളിൽ കാട് പിടിച്ച് കിടക്കുക. ഇപ്പോൾ പോയി ചാനലുകാർക്ക് നോക്കാം. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു സിമെൻറ്റെങ്കിലും തേച്ച് പാവപ്പെട്ട ആൾക്കാർ ഇപ്പോൾ തലേ താഴാതെ നോക്കാം. അതുപോലെ ആ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു റോഡ് പോകുന്നുണ്ട് 12 മാറി കൂടി. ആ റോഡ് ഇതുവരെ ടാറിങ് ചെയ്തിട്ടില്ല. അതുപോലെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ ഫണ്ട് അനുവദിച്ചു. കുറിച്ചിപ്പാറ റോഡുണ്ട്. ആ റോഡിന് ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞു. നല്ലൊരു കോൺട്രാക്ട് എടുത്ത് ചെയ്യിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു മെമ്പർമാർ പോലും ഇവിടെ ഇല്ല. LDFൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞു അവിടെ ഒരു റോഡിൻ്റെ വിഷയം എന്ന് പറഞ്ഞു. ഇത് എൻ്റെ ഇതുണ്ട്. 2015 പാവപ്പെട്ട ആൾക്കാർ താലുമാല വിറ്റ് അവർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി നോക്കിയതാണ്.
അന്ന് ഇവിടുത്തെ ഭരണസമിതി തടഞ്ഞു. ഇവിടുത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിടെ ഇരിക്കുന്ന കാലത്ത് ഒരു ബസ്സിൽ ഇവിടുത്തെ ആൾക്കാർ യാത്ര ചെയ്ത് അവിടുത്തെ പാവങ്ങളെല്ലാം കൂടി പോയി സ്വന്തം പൈസ, പോക്കറ്റിലെ പൈസ എടുത്ത് അവിടെ ചെന്ന് നിവേദനം കൊടുത്തു. അന്ന് ഇവിടെ കണ്ടം നികത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി സ്റ്റേ മേടിച്ചു. എന്നിട്ട് ഇപ്പോഴും ആ റോഡ് ഇവിടെ ഇല്ല. അത് ഇവിടെ കണ്ടം നികത്തുന്നില്ലേ? ഇവിടെ കണ്ടം നികത്തുന്നുണ്ടല്ലോ, ഇവിടെ ഈ ചവർണ ഭാഗത്ത് കണ്ടം നികത്തുന്നുണ്ടല്ലോ, അതിന് പഞ്ചായത്ത് ഭരണസമിതി കൊടുക്കുന്നില്ലേ? പിന്നെ അവിടെ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നത് ഇപ്പോൾ LDF ഉം UDF ഉം പറയുന്നൊരു കാര്യമില്ല. അവിടെ ഇപ്പോഴും രോഗി മരിച്ചിട്ടുണ്ടെങ്കിൽ ചുമന്നോട്ട് പോവുക. പ്രായമായ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എവിടെയാണ് സ്ഥലം? ഏത് ഭാഗത്താണ്? വേങ്ങപ്പാറ. അവിടെ സർവ്വ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഇവർ കേസ് കൊടുത്തു, അവരെ അവിടെ തടഞ്ഞ കേസ് എല്ലാ കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഇടുക്കി കളക്ടറിലേക്ക് ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട്, ഒരു വാഹനം പോകുന്നുണ്ട് ഈ പഞ്ചായത്തിൽ നിന്ന്. 80 കിലോമീറ്റർ അവർ പറയാം, 160 കിലോമീറ്റർ. ഇവിടുന്ന് ഇടുക്കി കളക്ടറിലേക്ക് 80 കിലോമീറ്റർ ഉണ്ടോ? അതിന് ഇവിടെ പൈസ കൊടുത്ത് വാങ്ങുന്നു ഇവിടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിൽ 107 വീട് ബ്ലോക്കിൽ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഈ പഞ്ചായത്തിൽ മേടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ആരുടെ കുഴപ്പമാണ്? ഇവിടുത്തെ ഭരണസമിതിയുടെ കുഴപ്പമാണ്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. ഇപ്പോൾ BJP അതോടൊപ്പം തന്നെ LDF പറയുന്നു വികസനം നടന്നിട്ടില്ല എന്നാണ് LDF പറയുന്നത്. BJP 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഇതിനൊക്കെ മറുപടി എന്താണ്? അത് വരും. ആ മൈക്ക് അവിടെ ഉണ്ട്, ഇപ്പം പറയും. തരും. ആദ്യം 1 റൗണ്ട് 2 റൗണ്ട് കഴിഞ്ഞിട്ട് തരും. അല്ല, ഇത് പറയുന്നത് കേൾക്കത്തില്ല. പറഞ്ഞോ. എൻ്റെ ബഹുമാനായ തരും. പറഞ്ഞോളൂ. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും ഞങ്ങൾക്കത് മറുപടി പറയാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഇവരെ സംഭവത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ബഹുമാനായ സുഹൃത്ത് CPMൻ്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ ഖണ്ഡിക്കുകയാണ്. ആദ്യമായി പറയുന്നത് 10ാം വാർഡിലെ റോഡിലെ പ്രശ്നത്തെ സംബന്ധിച്ചാണ്. 10ാം വാർഡിലെ റോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്ന് BJPയുടെ പ്രതിനിധിക്ക് ഭംഗിയായിട്ട് അറിയാമെന്ന കാര്യം ഞാൻ 100% ആണയിട്ട് സത്യം ചെയ്യുകയാണ്. കാരണം വേങ്ങപ്പാറയ്ക്ക് നമുക്കറിയാം, അഞ്ചിരി മിനർവ ക്ലബ്ബ് കഴിഞ്ഞ പാടം കിടന്ന് അക്കരത്തേക്ക് ഒരു റോഡുണ്ടാക്കാൻ അതിൻ്റെ സ്ഥലവും വാങ്ങി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നിൽക്കുമ്പോഴാണ് അന്ന് ഇവരുടെ യുവജന സംഘടന അവിടെ പോയി BJPയുടെ യുവജന സംഘടന അവിടെ കൊടി നാട്ടിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണി അവിടെ നിർത്തിക്കളഞ്ഞു. അവിടെ റോഡുണ്ടാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതാണ്. അവിടെ അത് കക്ഷി രാഷ്ട്രീയത്തിനെതിരുമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ യുവമോർച്ച എന്ന് പറയുന്ന നിങ്ങളുടെ സംഘടനയാണ് അതിൽ
റോഡുണ്ടാക്കാൻ തടസ്സം നിന്നുകൊണ്ട് അവിടെ പണിക്കാരെ കയറ്റിവിട്ട് അവിടെ കൊടി നാട്ടി ആ ഉദ്യമം അവിടെ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം അങ്ങോട്ട് റോഡുണ്ടാക്കിയില്ലെന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് നീർത്തട പദ്ധതികൾ, തണ്ണീർത്തട പദ്ധതികളൊന്നും നിരത്തി റോഡുണ്ടാക്കാനുള്ള പദ്ധതി നിലവിലില്ല. ഇവിടെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി, പാടശേഖര സമിതിയുടെ അനുമതിയോട് കൂടി തന്നെയാണ് റോഡുകൾ ഉണ്ടാക്കുന്നത്. ആ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 1.5 വർഷം കൂടുമ്പോഴാണ് തിരുവനന്തപുരത്തിൻ്റെ യോഗം കൂടി നമ്മൾ കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ പാടശേഖര സമിതിയിൽ നിന്നും അവിടെ താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നുള്ള പരാതികൾ സ്വീകരിച്ചുകൊണ്ട് ഇതിന് നടപടി പൂർത്തീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആലക്കോട് പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ പരാജയമല്ല. പിന്നെ CPM-ൻ്റെ ബഹുമാനായ പ്രതിനിധി പറഞ്ഞതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ഭരണ സംവിധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് CPM-ൻ്റെ പ്രതിനിധികൾ ഞങ്ങൾ കൂടെയുണ്ട്, 4 പേരോളം ഉണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ആക്ഷേപം ഇപ്പോൾ CPM-ൻ്റെ പ്രതിനിധി പറയുമ്പോൾ ഞാൻ പറയുന്നത്, ഒരു പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവാദ പരിപാടി വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് നല്ലതാണെന്ന് പറയാൻ സ്വാഭാവികമായിട്ടും ആരും തയ്യാറാവില്ല. അതൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ്. ഇതുപോലെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ടുകൾ, അവിടെ ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ് CPM-ഉം കോൺഗ്രസും പോണതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ ഇവിടെ ഈ തൊടുപുഴ താലൂക്കിലോ കേരളത്തിലോ അങ്ങനെ ഒരു നാണയത്തിൻ്റെ ഇരുവശമായിട്ട് ഞങ്ങൾ പോകുന്നില്ല. ഇവിടെ ഭരിക്കുന്ന CPM-ൻ്റെ പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷമായിട്ട് UDF ഉണ്ട്, അവിടെ മറ്റൊരു പ്രതിപക്ഷമായിട്ട് BJP, ഇവിടെ ഒരാളെ ഉള്ളൂ, MP മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതൊരു പ്രതിപക്ഷമായിട്ട് തന്നെ ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭരണ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളാരുമില്ല. ഇവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ബഹുമാനായ വൈസ് പ്രസിഡന്റ് പറഞ്ഞു, കണക്ക് കൊണ്ട് ഉദ്ധരിച്ചതാണത്. കണക്ക് കൊണ്ട് നിങ്ങൾക്കൊരു വിവരാവശ്യം വെച്ചാൽ ഇത് ചുമ്മാ നമ്മളൊരു മനസ്സിൽ തോന്നിയ ആശയം വെച്ചുകൊണ്ട് ഇത്ര രൂപ മുടക്കി ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ കണക്ക് കൊണ്ടുള്ള കണക്കാണിത്. നിങ്ങൾ പഞ്ചായത്തിൽ വന്ന് വിവരാവശ്യം വെച്ചാൽ കറക്റ്റ് ഈ നടപ്പാക്കിയ പദ്ധതികൾ അറിയാം. ഇവിടെ ഒരു PHSC പ്രവർത്തിക്കുന്നുണ്ട്. PHSCയുടെ പ്രവർത്തനം നിങ്ങൾക്കറിയാലോ. ഇത്രയേറെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു PHSC അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും നല്ല ആയുർവേദ ഹോസ്പിറ്റലാണ്. അതിനുള്ള പണം PHCയിൽ എപ്പോഴും ഡോക്ടർമാരൊക്കെ ഉണ്ടോ? കൃത്യമായിട്ട് ഡോക്ടർമാരുണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, 2 ഡോക്ടർമാരുണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിൻ്റെ അകത്തുണ്ട്. അത്ര ക്രിയാത്മകമായ പ്രവർത്തനവുമായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, 5 വർഷക്കാലം ഞങ്ങളിവിടെ ഭരിച്ചു. 5 വർഷക്കാലം ഞങ്ങളെന്നല്ല നമ്മൾ ഭരിച്ചു. ഇവിടെ ഞങ്ങൾക്കെതിരെ ആക്ഷേപമായിട്ട് BJP-യോ അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയോ അവിടെ ഒരു സമര പരിപാടിയായിട്ട് വന്നിട്ടില്ല. അങ്ങനെ പഞ്ചായത്തിൻ്റെ ഭരണം മോശമാണെങ്കിൽ പ്രതിഷേധിക്കാനുള്ള അവസരം ഇഷ്ടംപോലെയുണ്ട്. അവർ തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടതല്ലേ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്തിരിക്കുന്ന ഞങ്ങൾ മെമ്പർമാരടക്കമുള്ളവർ ആലോചിച്ച് ഇന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും, ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. എൻ്റെ വാർഡിൽ എൻ്റെ ആളുകൾക്കല്ല ഞാൻ ആനുകൂല്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആനുകൂല്യം കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നതല്ല. പക്ഷെ നമ്മളത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അർഹതപ്പെട്ടവന് ആനുകൂല്യം കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് 5 വർഷക്കാലം പോയതെന്ന് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് ഒരു സമര പരിപാടികളും നടത്തിയിട്ടില്ല, അതുകൊണ്ട് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തി, എല്ലാം ഭംഗിയായി പോകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഒരു പ്രതിഷേധ സമരം പോലും നടത്തിയില്ല എന്നാണ് ചോദിക്കുന്നത്. സോമനേട്ടൻ പറയുന്നതേ വളരെ തെറ്റാ. ഈ കഴിഞ്ഞ ദിവസം അല്ല ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ആലക്കോട് പഞ്ചായത്തിലോട്ട് CPM-ൻ്റെ നേതൃത്വത്തിൽ ഈ ആലക്കോട് പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ രാവിലെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. അതൊക്കെ സോമൻചാണ്ടാ കണ്ടതാ. ഇപ്പോൾ സമരപരിപാടിയെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ ഇപ്പോൾ ബാക്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വികസന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബൈച്ചേട്ടാ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രകൃതി ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. എണ്ണമിട്ട കുറേ പേര് കോടികളുടെ കണക്കൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോടികളുടെ കണക്ക് പറയുമ്പോഴേ ഇതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ 2024-25 പ്ലാനിംഗ് ഫണ്ട് 10 ലക്ഷം രൂപ ഇവർക്ക് ലഭിച്ചു. 2025-26 ഒറ്റ രൂപ പോലും ലഭിച്ചില്ല എന്നല്ല, അത് കംപ്ലീറ്റ് ലാപ്സായി പോകുന്ന സ്ഥിതി ഉണ്ടായി. അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണെന്ന് ഇതുവരെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റോ നിലവിലത്തെ വൈസ് പ്രസിഡൻറ്റോ ഇത് അംഗീകരിക്കുന്നില്ല. മറ്റൊന്ന്, ഇവരിവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ നിങ്ങളിങ്ങോട്ട് നോക്കി, ആലക്കോട് പഞ്ചായത്തിൽ വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ട് ചൂട്ട് കത്തിച്ചുകൊണ്ട് പോകേണ്ട ഗതികേടാണ്. 6 മാസം മുമ്പ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന് ഇവർ പുതിയ സ്ട്രീറ്റ് ലൈറ്റിന് എല്ലായിടത്തും കൊണ്ടുപോയിട്ടു, ഒറ്റ ലൈറ്റ് തെളിയുന്നില്ല. ഈ ആലക്കോട് ടൗണിൽ നോക്ക്, ഒരു ലൈറ്റ് പോലും തെളിയിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ല എന്ന് ഈ ഒരു തെളിവ് മാത്രം പോരെ. ഇവിടെ ഈ 13-ാം വാർഡ് കേന്ദ്രീകരിച്ചു ഒരു അംഗൻവാടി 32 ലക്ഷം രൂപ ഈ നാട്ടിലെ പാറമടക്കാരൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ട് ഏതാണ്ട് കണ്ടാൽ അറിയാം ഒരു 10 ലക്ഷം രൂപയോളം വരുന്ന ഒരു കെട്ടിടമാണ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയണം 32 ലക്ഷം രൂപയാണ് ആ കെട്ടിടത്തിന് അയക്കുന്നത്. അവിടെ ഒരു അംഗൻവാടി അവർ നടത്തുന്നു. ഈ ആലക്കോട് പഞ്ചായത്തിൽ ഡേ കെയർ സംവിധാനം ഒറ്റ ഓർമ്മയുള്ളത്, വേറെ ഒരൊറ്റ വാർഡിലില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള ബാലവാടികളെല്ലാം പോയി നോക്കണം. പലതും ഈ 10 വർഷക്കാലം ഇവർ ഭരിച്ചിട്ട് പല ബാലവാടികളും ഇപ്പോഴും വാടക കെട്ടിടത്തിലായിരിക്കുന്നത്. ഈ നാട്ടിൽ വയോജനങ്ങൾക്കായിട്ടുള്ള പകൽ വീട് പദ്ധതി സർക്കാരിൻ്റെ പദ്ധതിയാണ്. അത് ഈ ആലക്കോട് പഞ്ചായത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല. അതെവിടെയാണ് നടത്തിയെന്ന് ഇവരൊന്ന് പറയണം. ഇപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ
ആളുകൾക്ക് ഒരു സ്വയം തൊഴിൽ കൊടുക്കുന്നതിനോ അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനോ ഈ 10 വർഷക്കാലം ഈ ഭരണസമിതി ഒരു കാര്യവും നടത്തിയിട്ടില്ല എന്ന് നമുക്കിവിടെ അക്കമിട്ട് നിർത്താൻ കഴിയും. മറ്റൊന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന ആനക്കയം അഞ്ചിരി തളയനാട് പ്രദേശത്ത് ഈ ആലക്കോട് പഞ്ചായത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെയല്ലേ? ഇവിടെയാണ് KCB ഓഫീസ് ഇരിക്കുന്നത്, ഇവിടെയാണ് പഞ്ചായത്ത് ഓഫീസ്, ഇവിടെയാണ് ഇവർ പറഞ്ഞ ഹെൽത്ത് സെൻ്റർ ഇരിക്കുന്നത്, ഇവിടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, ഇവിടെയാണ് മൃഗാശുപത്രി, ഇവിടെയാണ് ഇനി വരാൻ പോകുന്ന രജിസ്റ്റർ ഓഫീസ്. എങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ആലക്കോടുണ്ട്. പക്ഷേ തളയനാട്, അഞ്ചിരി, മഞ്ഞപ്പുറ ഈ കുട്ടപ്പൻകൊല പ്രദേശത്തുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എങ്ങനെയാണ് ഈ ആലക്കോട് പഞ്ചായത്തിൽ എത്തുന്നറിയോ? അവിടുന്ന് അവർ ബസ് കയറി കാരിക്കോട് പോയി ഇറങ്ങണം 8 കിലോമീറ്റർ. അവിടുന്ന് ബസ് കയറി 8 കിലോമീറ്റർ ഇവിടെ വന്നിറങ്ങണം. ഇവിടെ ഒരു കാര്യം സാധിച്ചിട്ട് തിരിച്ച് കാരിക്കോട് എന്നിട്ട് ബസ്സിന് കയറി പോകേണ്ട ഗതികേടാ. ഈ കാലഘട്ടം ഇത്രയും കാലത്തിനിടയിൽ ആലക്കോട് നിങ്ങോട്ട് ആ സാധാരണക്കാരായ മനുഷ്യരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ചെയ്യാത്തവരാണിത്. ഇവർ പറയുന്നുണ്ട് ഇപ്പോൾ ആർദ്ര കേരള പദ്ധതിയിൽ ഇവർക്ക് അവാർഡ് കിട്ടിയെന്ന്. പിന്നെന്താ ആയുഷ് കൽപ്പക അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് ആ പദ്ധതി? എന്തൊക്കെയാണ് അതിൻ്റെ പഞ്ചായത്തിൻ്റെ റോൾ? എന്താ? ഇവർക്ക് 1ാം സ്ഥാനം കിട്ടി, 2ാം സ്ഥാനം കിട്ടി, 3ാം സ്ഥാനം കിട്ടി എന്നൊക്കെ പറയുന്നത്. എന്താണ് പഞ്ചായത്തിൻ്റെ റോള്? ഇപ്പോൾ ആർദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ റോൾ എന്താ? പഞ്ചായത്ത് PHSലോട്ട് മരുന്ന് മേടിച്ചു കൊടുക്കുന്നു. ബാക്കി കാര്യങ്ങൾ എന്താ? അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആ കെട്ടിടത്തിൻ്റെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ സർക്കാരാണ്, ആരോഗ്യവകുപ്പാണ്. അതിൽ പഞ്ചായത്തിന് നാമമാത്രമായിട്ടുള്ള കാര്യം ചെയ്യാനുള്ളൂ. അതാണ് ഇവർ കിട്ടിയ 2 അവാർഡെന്ന് പറയുന്നത്. മറ്റൊരു അവാർഡ് ഇവർ കിട്ടിയെന്ന് പറഞ്ഞത് മാലിന്യമുക്ത അവാർഡ് 3ാം സ്ഥാനം കിട്ടിയെന്നാണ് പറഞ്ഞത്. ജില്ലയിൽ 3ാം സ്ഥാനം കിട്ടിയത് ഈ നാട്ടിലെ CPമാർ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ അറിവ് വെച്ച് ഞാൻ പരിശോധിച്ച് പറഞ്ഞത് ജില്ലയിൽ മാലിന്യമുക്ത കേരളത്തിന് അവാർഡ് കിട്ടിയത് 3 പഞ്ചായത്തുകളാണ്. ഇരട്ടയാറ്, രാജകുമാരി, ഉടുമ്പന്നൂർ, ഈ 3 പഞ്ചായത്തുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ പറയുന്ന ആലക്കോട് പഞ്ചായത്തിന് കിട്ടിയതായിട്ട് എനിക്കറിയില്ല. അത് ഇനി ഇവിടെ സംസാരിക്കുമ്പോൾ അത് വിശദീകരിച്ചാൽ മതി. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ ആലക്കോട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവരൊരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ്. ഇവരുടെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ 10 വർഷത്തിനുള്ള നോക്കിയോ, ആ 10 വർഷത്തിനുള്ള വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ആലക്കോട് 5 പാറമടകൾ അനുവദിച്ചെന്നുള്ളതാണ്. 2 ട്രഷർ പുതുതായിട്ട് അനുവദിച്ചു. അതൊക്കെ ഈ ഭരണസമിതിയുടെ നേട്ടങ്ങളാണ്. ഈ പാറമടകളെല്ലാം നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെയാണോ? ഈ പഞ്ചായത്തിൽ ആലക്കോട് പഞ്ചായത്ത്. ഈ ആലക്കോട് പഞ്ചായത്തിൻ്റെ വലിയൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ പവർ സോൺ മേഖലയല്ല. ഈ പഞ്ചായത്തിൽ 5 പാറമടകൾ അനുവദിച്ച് 3 ക്രഷർ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 14,000-ഓളം വരുന്നതാണ് ആലക്കോട് പഞ്ചായത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 5 പാറമടകളും 3 ക്രഷറും പ്രവർത്തിക്കുന്നു. ഒറ്റ ഡയലോഗാണ് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് മുന്നിലോട്ട് ഈ ഭരണസമിതി പറയുന്നത്. ഇത് സർക്കാരിൻ്റെ പദ്ധതിയാണ്, സർക്കാരാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടുന്ന് തൊട്ടടുത്ത് ഒരു 12 കിലോമീറ്റർ പോയിട്ടുണ്ടല്ലോ കരിങ്കുന്നം പഞ്ചായത്തുണ്ടല്ലോ, അത് പവർ സോണിൽ പെടുന്നതല്ലോ. ആ കരിങ്കുന്നം പഞ്ചായത്തിൽ എത്ര പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട്? കരിങ്കുന്നം പഞ്ചായത്തിൽ പാറമടകൾ അവിടെ അപേക്ഷ വെച്ചപ്പം ആ പഞ്ചായത്ത് ഭരണസമിതി ആർജവത്തോടുകൂടി നട്ടലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു ഈ കരിങ്കുന്നം പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പാറമടകൾ കൂണ് പോലെ കൊണ്ടുവരാൻ പാടില്ല എന്ന്. പക്ഷേ ആലക്കോട് പഞ്ചായത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി ഈ ഭരണസമിതി കൂട്ടുനിന്നതാണ്. ശ്രീ ബൈജു ജോർജ് ആദ്യം പറഞ്ഞത് ഫണ്ട് മായി ബന്ധപ്പെട്ട ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അപ്പോൾ അതായത് ഫണ്ട് ലാപ്സായി പോയി. ഫണ്ട് ലാപ്സായി പോയത് 2023 അല്ലെ 22-23 കാലഘട്ടങ്ങളിൽ നമുക്ക് മെയിൻ്റനൻസ് ഫണ്ടായിട്ട് നമുക്ക് 1 കോടി രൂപ അനുവദിച്ചു. ആ 1 കോടി രൂപ അനുവദിച്ചതിൽ 34 ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് വർക്കുകൾ നിലവിൽ പൂർത്തീകരിച്ചത്. പക്ഷേ അതിന് കാരണം ബാക്കിയുള്ള 66 ലക്ഷം രൂപ ആ ഫണ്ടുകൾ നമ്മൾ ഡിസംബറിൽ നമുക്ക് ഫണ്ട് അനുവദിക്കുകയും അതിന് പദ്ധതി രൂപീകരിച്ച് എസ്റ്റിമേറ്റ് ഇട്ട കോൺട്രാക്ടർമാർ വർക്ക് എടുത്ത് ഈ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് ട്രഷറിയിൽ നമ്മൾ ബില്ല് ചെയ്തപ്പോൾ ട്രഷറി ബാൻ മുഖേന നമുക്ക് 66 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം നമ്മൾ ഇതിനകത്ത് നമ്മുടെ വികസന കോട്ടങ്ങളായിട്ടല്ല, നമ്മൾ ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്യുകയും അത് ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമ്മൾ ആ ഫണ്ടുകൾ അതിൽ വർക്കുകൾ പൂർത്തീകരിച്ച് അത് ട്രഷറിയിൽ ആ ബില്ലുകൾ സബ്മിറ്റ് ചെയ്തപ്പോൾ അത് ട്രഷറി ബാൻ മുഖേന നമുക്കതിൽ ആ ഫണ്ടുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നമ്മുടെ അവാർഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ, ആ പഞ്ചായത്തിൽ അവാർഡുകൾ നൽകുന്നുണ്ടെങ്കിൽ അത് ആ ഭരണസമിതിയുടെയും ഈ നാട്ടിലെ ആളുകളുടെയും ഒരു സംയുക്തമായ ഒരു കൂട്ടങ്ങളിലൂടെയാണ്. അതിലൂടെ നമ്മൾ പഞ്ചായത്ത് ഭരണ സമിതിയെ പറയുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ നമുക്ക് കായകൽപ്പ പുരസ്കാരങ്ങൾ കിട്ടി. കായകൽപ്പ പുരസ്കാരവും അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ എടുത്ത് നോക്ക്. 5 കൊല്ലം കൊണ്ട് നമ്മൾ 15,50,000 രൂപ മുടക്കി അവിടെ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും യോഗ ക്ലാസ്സുകൾ തുടങ്ങുകയും ചെയ്തതിലൂടെ നമുക്കവിടെ NABH പുരസ്കാരം ലഭിക്കുകയും
ഈ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം കായികൽപ പുരസ്കാരം ആയുർവേദ ഹോസ്പിറ്റലിന് നമുക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷേ അതൊക്കെ ഈ നാട്ടിലെ ഈ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പാലിയേറ്റീവ് ആശാ വർക്കർമാർ, പാലിയേറ്റീവ് ആളുകൾ, അതുപോലെയുള്ള കിടപ്പ് രോഗികൾ, അവരുടെയൊക്കെ നമ്മൾ ചെയ്യുന്ന സേവനങ്ങളും, അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്ക്, വനിതകളായുള്ളവർക്ക് ക്യാൻസർ മെഡിക്കൽ ക്യാമ്പുകൾ, ഡയാലിസിസ് രോഗികൾക്ക് നമ്മൾ നൽകുന്ന ധനസഹായങ്ങളിലൂടെ, അങ്ങനെയുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഒരു പഞ്ചായത്തിനെ അതിൻ്റെ കായകൽപ്പ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ അവാർഡിൻ്റെതായി പരിഗണിക്കുകയുള്ളൂ. ആ പരിഗണിക്കണമെങ്കിൽ ആ ഒരു ഭരണസമിതിയുടെ നേട്ടങ്ങളായി മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിയൂ. അദ്ദേഹം പറഞ്ഞത് പാറമടകൾ കരിങ്കുന്നം പഞ്ചായത്തിലില്ല, പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ പാറമടകൾ അനുവദിക്കുന്നു. അതിന് പിന്നിൽ എന്താണ് ധ്വനി? 2020 ഭരണസമിതിയിൽ കയറി ഇതിന് ശേഷം ഈ ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിൽ 2 വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ നടന്നു. അത് 10ാം വാർഡിലും 7ാം വാർഡിലും സ്പെഷ്യൽ ഗ്രാമസഭ കൂടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ ആലക്കോട് പഞ്ചായത്തിൽ പാറമടകൾ അനുവദിക്കേണ്ട എന്ന് കമ്മിറ്റി തീരുമാനത്തിന് ശേഷം ഇതുവരെ ഒരു പാറമടയ്ക്ക് പോലും നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ ജനങ്ങൾക്കൊപ്പം നിന്ന് ഭരണസമിതിയാണിത്. പിന്നെ നമ്മൾ ഇതിന് മുമ്പുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന് പാറമടകൾ ഈ പഞ്ചായത്തിൽ നിലവിൽ 5 ഉണ്ട്. അതിലിപ്പോഴും എത്ര പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ പ്രിയപ്പെട്ട രതീഷിന് അറിയാവുന്നതാണ്. രതീഷ് പറഞ്ഞത് യാത്രാക്ലേശം, ഒത്തിരി ദൂരം ചുറ്റി വളഞ്ഞു വരേണ്ടി വരും. അതെന്താണ് പ്രശ്നം? അത് ആനക്കയം ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അത് നിലവിൽ അവിടെ ഒരു KSRTC അല്ലെങ്കിൽ അങ്ങനെ പ്രൈവറ്റ് ബസ്സുകളാണ്. പിന്നെ നമുക്ക് ആനക്കയം ഭാഗങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നു പോകുന്ന ആളുകൾ, അത് നമുക്ക് ഈ ഇഞ്ചിയാനി കൂടി അല്ലെങ്കിൽ ആനക്കയം മുതലോ അല്ലെങ്കിൽ മൂലമറ്റത്തുനിന്നോ പണ്ടൊക്കെ ഒരു ബസ് സർവീസ് നമുക്കുണ്ടായിരുന്നു. ആ ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് നമ്മളത് പലതവണ ആവശ്യപ്പെടുകയും ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആലക്കോട് കൂടി അത് തൊടുപുഴയിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇഞ്ചിയാനി കൂടി ആലക്കോട് എന്ന് പറഞ്ഞ് ഈ 2 കിലോമീറ്റർ ക്യാപ്പാണ് നമുക്ക് ഇവർ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഈ 2 ആനക്കയത്ത് നിന്ന് KSRTC ഉണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിൽ പോലും ആനക്കയം അല്ലെങ്കിൽ അഞ്ചിരി ഭാഗത്തുള്ള ഒരാൾ സാധാരണക്കാരന് കാരിക്കോട് തൊടുപുഴയെ ആശ്രയിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ആലക്കോട് വന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ. BJPയോട് യുവമോർച്ച സമരം നടത്തി അവിടെ കൊടി കുത്തിയോണ്ടാണ് ആ റോഡ് ഇതുവരെയും വരാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുവമോർച്ച അല്ല കൊടി കുത്തിയത് ഞാൻ തന്നെ കൊടി കുത്തിയത്. യുവമോർച്ച ഒന്നല്ല, യുവമോർച്ച കൊടി കുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഞങ്ങൾ താലിമാല വരെ പണയം വെച്ച് ഒരു റോഡുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ആ സ്ഥലത്തെ ഇവരിട്ട് രാഷ്ട്രീയ കളിയും സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ഒരു വ്യക്തിത്വം കാണിച്ചു. അവിടെ അങ്ങനെ ഞാൻ തന്നെ കുത്തിയത്. അവിടെ പാവങ്ങൾക്ക് റോഡുണ്ടാക്കണം ഞാൻ തീരുമാനിച്ചു. അതിനിവർ കേസിന് പോയി. ഉമ്മൻചാണ്ടിക്ക് നമ്മൾ നിവേദനം കൊടുത്തു. ഇവരൊക്കെ വേണ്ട പാവങ്ങൾക്ക് റോഡുണ്ടായി കൊടുക്കേണ്ട ആവശ്യം, കുടിവെള്ള പദ്ധതി. ഈ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ പോയി എല്ലാ ചാനലിലും റിപ്പോർട്ട് കൊടുത്ത ഞാനാ. ബസ് പറഞ്ഞല്ലോ, ഇപ്പോൾ രതീഷ് പറഞ്ഞു. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പാവങ്ങളെ ഒപ്പിടിച്ച് തൊഴിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ പരാതി ഞാൻ കൊടുത്തു. ഇത്രയും വർഷമായിട്ട് UDF ഭരിക്കുന്നുണ്ടല്ലോ. ഇവിടുന്ന് ഞാൻ മനസ്സിലാക്കിയത്രയും നമ്മുടെ തൊടുപുഴ KSRTC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുഴപ്പമാണ്. അവിടുത്തെ ഒരു ഓഫീസറുടെ കുഴപ്പം കൊണ്ടാണ് ബസ് വരാത്തത്. ഇവിടുത്തെ നമ്മുടെ കല്യാണക്കാരൻ എൻ്റെ സുഹൃത്ത് 3 ബസ്സിന് വെച്ചിട്ടുണ്ട്. ആ വഴിക്ക് 2 ബസ്സിന് വെച്ചിട്ടുണ്ട്, ഈ വഴിക്ക് ബസ്സിന് വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓഫീസറുടെ കുഴപ്പമാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ താഴെയുള്ള നേതാക്കന്മാരെ ബന്ധപ്പെട്ട് ഇവിടുത്തെ പഞ്ചായത്ത് CPMമാരെ ബന്ധപ്പെട്ട് ജയിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? പിന്നെ ഈ ലൈറ്റിൻ്റെ കാര്യം, ഈ ലൈറ്റ് BJP ഇതിൽ പന്തംകുളത്തിൽ നടത്തിയിട്ടാണ് ഇത് ഈ ലൈറ്റോട് വന്നത്. കൊണ്ടുവന്നത് CPM ആയിരിക്കാം, LDF ആയിരിക്കാം കൊണ്ടുവന്നത്. പക്ഷേ BJP സമരം നടത്തിയാണ് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ സമരം ചെയ്ത് വേണോ ഇവരെ എല്ലാം പഠിപ്പിക്കാൻ? നമ്മൾ പഞ്ചായത്തിൽ സമരം ചെയ്യണോ? നമ്മൾ കാഴ്ചവെക്കുന്ന പല കാര്യങ്ങളും ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പാവങ്ങൾ വോട്ട് ചെയ്തിട്ട് ഈ അധികാരത്തിൽ ഇവരെ കയറ്റുന്നത്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു.
ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, mother cares, mother protects, mother finds always reason to smile, mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. ഇപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്കും സംസാരിക്കാം. അത് ആരോടാണ് ചോദ്യം എന്ന് പറഞ്ഞിട്ട് വളരെ ചുരുക്കി ഒരു ചോദ്യം ചോദിക്കാം. ആലക്കോട് പഞ്ചായത്തിൽ സത്യാവസ്ഥയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പൈസ കൃത്യമായിട്ട് ഇവിടെ കേരള കോൺഗ്രസ് ഭരിക്കുന്ന ആലക്കോട് പഞ്ചായത്ത് കൃത്യമായിട്ട് ചെയ്യില്ലെന്നുള്ള കാര്യം സത്യസന്ധതയാണ്. അത് തുറന്ന് പറയുമ്പം പാവപ്പെട്ട തൊഴിലാളി വർഗത്തിൻ്റെ ജനവേദന എന്നാണ് നിങ്ങൾ നേതാക്കന്മാർ പഠിക്കണം. എൻ്റെ നേതാവടക്കം പ്രകാശടക്കം നിങ്ങളെല്ലാവരും ആറ്റിക്കല്ല് പാറയിലെ പാറ പൊട്ടിക്കാൻ വേണ്ടി പുല്ലാനപ്പള്ളിമാർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് പകുതി സ്ഥലം കോൺക്രീറ്റ് ചെയ്തു. 10-35 വീട്ടുകാരുടെ അടുത്തേക്ക് പാവപ്പെട്ട ആളുകൾ തെറ്റി വീഴുക, ആറ്റാക്കി രോഗികളടക്കം കൊണ്ടുപോവുക. ഇത്രയും നിരുത്തരവാദപരമായ പരിപാടി ചെയ്ത് ഇവിടുത്തെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ് BJPയുടെ നാമത്തിൽ BJP എന്നാണ് പറഞ്ഞത്. എനിക്ക് പറയാനില്ല, എല്ലാ പാവപ്പെട്ട ആളുകളെയും BJPക്ക് എൻ്റെ നേതാവ് പറഞ്ഞ സത്യമുള്ള കാര്യമാണ്. അടുത്ത ആള് പറയും. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന UDFൻ്റെ 2 പ്രതിനിധികളോടാണ് ചോദ്യം. ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷമായി UDF ഭരണസമിതി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സമാനതകളില്ലാത്ത വികസനം നടത്തിക്കൊണ്ട് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 79 വീട് മാത്രമായി ഈ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചുകൊണ്ട് ഈ അടുത്തുള്ള സമീപ പഞ്ചായത്തുകളിലെല്ലാം നൽകിയതിനേക്കാൾ 1/3 ഒരു സംഖ്യയിലേക്ക് മാത്രം ആലക്കോട് പഞ്ചായത്തിലെ ലൈഫ് പദ്ധതി ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ 10 വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരിക്കുന്ന നിങ്ങൾ തനതായി കൊണ്ടുവന്ന ഒരു വികസന പ്രവർത്തനം, ഈ നാടിന് ഗുണകരമാകുന്ന ഒരു വികസന പ്രവർത്തനം ഇവിടെ എടുത്തു പറയാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ നമ്മുടെ പല പ്രദേശങ്ങളിലും ടൂറിസം സാധ്യതകളുള്ള മേഖലകളുണ്ട്. അവിടെയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഇവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെല്ലാം നടക്കുമ്പോൾ അതിനെല്ലാം നോക്കുകുത്തിയായി നിൽക്കുവാനുള്ള ഭാഗ്യമേ ഈ ആലക്കോട് ജനതയ്ക്കുള്ളൂ. ആലക്കോട് ജനത വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നിങ്ങൾ ഈ ജനതയെ വഞ്ചിക്കുന്ന സമീപനം തന്നെയാണ് ഈ 10 വർഷക്കാലം സ്വീകരിച്ചിട്ടുള്ളത്. 3 ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്, അതിനുള്ള മറുപടി. ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ ആകെ 79 വീടുകളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ നൽകിയത്. പക്ഷേ PMAYയിൽ നമ്മൾ 37 വീടുകൾ, അങ്ങനെ 116 വീടുകളാണ് ഈ ആലക്കോട് പഞ്ചായത്തിന് നൽകിയത്. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടൊക്കെ ലൈഫിൻ്റെ വീടുകൾ നൽകുമ്പം നമുക്ക് പഞ്ചായത്തിൽ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റേഷൻ കാർഡോ ആധാർ കാർഡൊക്കെ മതിയായിരുന്നു. ഇപ്പോൾ ഇത് കെ സ്മാർട്ടിലൂടെയും അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ പഞ്ചായത്ത് മാറുമ്പോൾ അതിൽ പഞ്ചായത്തിൽ നിന്ന് NOC ലഭിക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ ആധാരമോ കൈവശരേഖയോ ഉള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് പഞ്ചായത്തിൽ ലൈഫിൻ്റെ വീടുകളോ PMA വീടുകളോ അനുവദിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് സാധാരണ ഈ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ, ഒരു 50% ആളുകളും ഇപ്പോൾ കൈവശരേഖയോ ആധാരമോ ഇല്ലാത്ത ഒരുപാട് ആളുകൾക്ക് നമ്മൾ PMAYയിൽ അല്ലെങ്കിൽ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ട് പഞ്ചായത്തും വില്ലേജും കയറി ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ട്. ആ ഒരു ഇതാണ് ഞങ്ങൾ പഞ്ചായത്തിലെ ലിസ്റ്റ് എടുത്ത് കളക്ടർക്ക് കൊടുത്തതാണ്. ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും അവരുടെ കുടികിടപ്പ് അവകാശമായിട്ട് 3 സെന്റ് സ്ഥലമെങ്കിലും അതിനൊരു കൈവശരേഖ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈഫ് ഭവന പദ്ധതി നമുക്ക് കൊടുക്കാൻ പറ്റും. സ്മാർട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ്. സ്മാർട്ട് നമ്മുടെ ഇവിടെ നിലവിൽ വന്നിട്ട് 4 മാസം അല്ലെങ്കിൽ 6 മാസത്തിൽ താഴെയായിട്ടുള്ളൂ. പക്ഷേ നിയമവശത്തിന്റെ ഇത് പറഞ്ഞു നിൽക്കുമ്പോൾ സ്മാർട്ടിന്റെ എന്തെങ്കിലും മൂലമാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 9 വർഷം നിങ്ങൾ ഈ സ്മാർട്ട് ഇല്ലാതെ എന്ത് ചെയ്തു?
നമുക്ക് സ്മാർട്ട് വന്നിട്ട് 6 മാസമായിട്ടുള്ളൂ. അല്ല, ലൈഫ് ഭവന പദ്ധതി സ്മാർട്ടിന്റെ വരാതെ ഈ 9 കൊല്ലക്കാലം നിങ്ങൾ എന്ത് ലൈഫ് 9 കൊല്ലക്കാലം എന്ന് പറയല്ലേ? 9 കൊല്ലം ഈ ഭരണസമിതി അധികാരമേറ്റ ആദ്യത്തെ 2 വർഷത്തെ നമ്മൾ വികസന മുരടിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഭരണസമിതി UDF-ന്റെ അത് പറഞ്ഞല്ലോ. ഇവിടെ ഭരണസമിതി UDF-ന്റെ തന്നെയാ. നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ അനുവദിച്ച പൈസ പറഞ്ഞല്ലോ. അതിന് കണക്കുണ്ടല്ലോ, എത്ര പേർക്ക് അനുവദിച്ചു എന്താണെന്നുള്ളത്. 79 പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിലും 37 പേർക്ക് PMAY-യിലും നമ്മൾ അനുവദിച്ചു. അതിൽ കംപ്ലീറ്റ് ചെയ്ത 53 വീടുകളുണ്ട്. PMAY-യിൽ 6 വീട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഭാഗികമായിട്ട് എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നതാണ് 37ഉം 79ഉം. അങ്ങനെ 116 വീടുകൾ നമ്മളിവിടെ ഈ ആലക്കോട് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിലും PMAY പദ്ധതിയിലും നമ്മൾ നൽകി. പക്ഷേ ഇനിയും ആളുകൾക്ക് നൽകാനുണ്ട്. ഇത് സാധാരണക്കാരെ ആളുകൾക്ക് ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും അവർക്ക് കൈവശരേഖ അല്ലെങ്കിൽ ആധാരമില്ല. അത് നമ്മൾ ഓൾറെഡി ശരി സത്യമായ കാര്യമാണ്. പക്ഷേ ഒരു 3 സെന്റെങ്കിലും നമുക്ക് അവർക്ക് കൈവശരേഖ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് NOC നൽകാൻ കഴിയുകയുള്ളൂ. അതിൽ ഏറ്റവും വലിയ തടസ്സമാണ്. അത് ഈ പഞ്ചായത്തിലെ അടിയന്തരമായിട്ട് ഇത് രാഷ്ട്രീയ ഭേദമന്യേ ഇത് പരിഹരിക്കേണ്ട ഒരു കാര്യവും കൂടിയാണിത്. ഇനി ആരൊക്കെ ചോദിക്കാനുള്ളത് ചോദിക്കാം. 1995 മുതൽ 2010 വരെ LDF-ന്റെ ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഈ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയതായിരുന്നു. അതുപോലെ തന്നെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഈ ആലക്കോട് പഞ്ചായത്തിൽ, അതുപോലെ മറ്റ് അടുത്ത പഞ്ചായത്തുകളിലും കോടിക്കുളം, കരിമണ്ണൂർ ഈ പഞ്ചായത്തുകളെല്ലാം ഈ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയതാണ്. അതിനുശേഷം കേരള കോൺഗ്രസ്സുകാർ UDF-ലേക്ക് പോയതിന് ശേഷം ഈ ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ പല പദ്ധതികളും പൂർത്തിയാക്കാതെ നടക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ആലക്കോട് പഞ്ചായത്തിൻ്റെ ഒരു കവാടം പണിത് വെച്ചത് വെട്ടുകല്ലിൻ്റെ മുകളിൽ കൊണ്ടേ പണിത് വെച്ചിട്ട് അതിൻ്റെ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ആ ബോർഡെല്ലാം കൂടെ ഉരുണ്ടിയാടി നിരത്ത് കിടപ്പുണ്ട് ഇപ്പോഴും. അത് പലർക്കും അപകടം പറ്റേണ്ട ഒരു സ്ഥിതിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് ആലക്കോട് പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡിൻ്റെ മുകളിലാണ്. എത്ര അതപ്പതിച്ച ഒരു ഭരണമായി ഭരണസമിതി കാഴ്ചവയ്ക്കുന്നത്. അപ്പോൾ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഇതിൻ്റെ മുകളിലാണ്, പഞ്ചായത്ത് ഓഫീസിൻ്റെ മുകളിൽ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞു. ഇപ്പോൾ പാറമടകളുടെ കാര്യം തന്നെ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ പ്ലൈവുഡ് ഫാക്ടറികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കുടിവെള്ളത്തിലേക്കൊക്കെ ഇതിൻ്റെ പശകൾ ഒഴുകി ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള കുടിവെള്ള പദ്ധതികളൊക്കെ അല്ലെങ്കിൽ കുടിവെള്ള കിണറുകൾ ഒക്കെ മലിനമാകുന്ന ഒരു സ്ഥിതിവിശേഷം ആളുകളുടെ ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കുന്നതാണ്. ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവനിലേക്ക് അവിടെ വണ്ടികൾ വന്നപ്പോൾ നമ്മുടെ ബോർഡ് ആ വണ്ടി തട്ടി താഴെ പോയതുള്ളത് ശരിയാണ്. അത് നമ്മൾ ആ പഴയ ബോർഡ് നമ്മൾ പഞ്ചായത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയും അതിനുശേഷം 56,000 രൂപ മുടക്കി LED ബോർഡ് നമ്മൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വെയിറ്റ് ഷെഡിൻ്റെ മുകളിൽ നമുക്ക് ഇവിടുന്ന് ബസ്സിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ കവലയിൽ വരുമ്പോഴോ ആ പഞ്ചായത്ത് ഒരാൾ ബസ്സിൽ വന്നിറങ്ങിയിട്ട് മിക്കവരും ഈ ബ്ലോക്കിൻ്റെ ഇവിടെ വന്നാണ് ഇറങ്ങുന്നത് പഞ്ചായത്ത് ഏതാന്ന് അതുപോലെ നമ്മൾ കാണാവുന്ന രീതിയിൽ അവർ 56,000 രൂപ കൊടുത്ത് ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. അത് നമുക്ക് ബോർഡ് വെച്ച് നമ്മൾ അതിൽ നമ്മൾ LED സംവിധാനത്തോടെ ബോർഡ് വെച്ചത്. പിന്നെ ഇപ്പോൾ പാറമട മാത്രമല്ല പ്ലൈവുഡ് കമ്പനികൾക്കും ലൈസൻസ് കൊടുക്കുന്നതായി അദ്ദേഹം പറയുന്നു. ഒരു പ്ലൈവുഡ് കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു പാറമടക്കോ ഈ ലൈസൻസ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഇതുവരെ ഈ ഭരണസമിതി ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇത് പണിയുന്നതെന്ന് പറഞ്ഞാൽ ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും വ്യവസായങ്ങളെ പ്രോത്സാഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ വ്യവസായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ ഈ ജനങ്ങളുടെ 2 വാർഡുകളിലെ സ്പെഷ്യൽ ഗ്രാമസഭ പ്രകാരമുള്ള തീരുമാനപ്രകാരം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണ്ട, NOC നൽകരുത് എന്നൊരു തീരുമാനപ്രകാരം ഈ ഭരണസമിതി എടുത്തതാണ്. അത് ഇന്ന് വരെ നമ്മൾ പാലിച്ചു പോന്നിട്ടുണ്ട്. അവിടെ ചോദ്യം ആരോടാണ്? ഭരണസമിതിയോടാണ് എൻ്റെ ചോദ്യം. അടുത്ത് പിടിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ പല മേഖലകളിൽ നിന്നും വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ ആലക്കോട് പഞ്ചായത്തിൽ പല ഭൂമികളിലും മറവ് ചെയ്യുന്നു. അതിന് എന്താണ് നമ്മുടെ ഭരണസമിതിക്ക് പറയാനുള്ളത്? നമ്മുടെ മലങ്കര ഭാഗത്താണ് അവിടെ ആലക്കോട് പഞ്ചായത്തിലുണ്ട്. മലങ്കര അല്ല, ആലക്കോട് പഞ്ചായത്തിൽ മലങ്കര ഭാഗത്ത് ഞാൻ പറയാം മലങ്കര ഭാഗത്ത് ഒരു പിക്കപ്പിന് കൊണ്ടുപോയി വേസ്റ്റ് ഇടുകയും പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ മുട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെയും കൂട്ടി 50,000 രൂപ ഫൈൻ ഇടുകയും ചെയ്തതാണ്. നമ്മുടെ ഇവിടെയുള്ള ജില്ലാ സ്ക്വാഡ് അല്ലെങ്കിൽ പഞ്ചായത്തിന് സ്ക്വാഡ് എവിടെ മാലിന്യങ്ങൾ ഉണ്ടായാലും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പോയി അല്ലെങ്കിൽ ജില്ലാ സ്ക്വാഡ് പിടിക്കുന്നത് നമ്മൾ ആ പഞ്ചായത്തിൽ വന്ന് അതിൻ്റെ ഫൈൻ ഈടാക്കിയ എത്രയോ സംഭവങ്ങളുണ്ട്. ചേട്ടന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പഞ്ചായത്ത് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഈ ആലക്കോട് പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന്
ഇവിടെ മലങ്കരയിൽ 50 സെൻറ്റോളം ഈ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ നമ്മൾ സ്ഥലം മേടിച്ച് അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ പദ്ധതികൾ തുടക്കം കുറിച്ചൊരു ഭരണസമിതിയാണിത്. നിങ്ങൾ പറഞ്ഞു നോക്കാൻ സമ്മതിച്ചു. ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കൊണ്ടുവന്ന് ഈ സാധനം കുഴിച്ചുവിടുന്നു. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ അത് ആര് ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ പറ്റുമോ? ആരാണ് ചെയ്യുന്നത്? അതിന് ഒരു പരാതി നമുക്ക് ഏത് ഭൂമിയിലാണെന്നാലും അത് എവിടെയാണെന്നെങ്കിലും രേഖാമൂലം ഒരു പരാതി എന്നാൽ നാളെ തന്നെ അതിന് നടപടികളെടുക്കും. അത് മാലിന്യ സംസ്കരണം ഈ പഞ്ചായത്തിനല്ല, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇപ്പോഴത്തെ പ്രളയം കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ടാസ്ക്കാണ് മാലിന്യ സംസ്കരണം. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ശരി, ഇനി കൂടുതൽ വികസന കാര്യങ്ങളോ എന്തെങ്കിലും ഇപ്പോൾ ഉന്നയിക്കാനുണ്ടോ? കാര്യങ്ങളൊക്കെ ഇപ്പം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഗവൺമെൻറ് പോളിസി തന്നെ മാലിന്യ സംസ്കരണവും ടൂറിസവും കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റാണ് ഗവൺമെൻറ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മാലിന്യം ഇല്ലാത്തൊരു സ്ഥലത്ത് മാത്രമേ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ മാലിന്യം മാറ്റാനുള്ള നടപടികൾ നമ്മുടെ മുമ്പിൽ ഗവൺമെൻറ് അവതരിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹരിതകർമ്മസേനയാണ്. ആ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വൃത്തിയുള്ളൊരു നഗരം. ഇതിപ്പോൾ ഇവിടെ ചവറ് ചാടി കിടക്കുന്നത് നമുക്ക് അവരെ കൊണ്ട് അടുപ്പിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഈ ആലക്കോടിൻ്റെ ചരിത്രം നിങ്ങൾ ആനക്കയം മുതൽ ഇങ്ങോട്ട് മുഴുവൻ എടുത്തു നോക്കിയാലും ഇത്ര ഭംഗിയുള്ള ഒരു നാടായി ഇതിന് മാറ്റിയത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അപ്പം അതിന് ഇത്തരം ആളുകളെ വെച്ച് അവർക്കൊരു വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പോകുന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും. ഇപ്പം മാലിന്യം പറമ്പുകളിൽ കൊണ്ട് കുഴിച്ചിടുന്നു എന്ന് പറയുമ്പം വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞാൻ ചോദിക്കട്ടെ, ഒരു പരാതി കിട്ടിയാലേ നമുക്ക് പോയി അന്വേഷിക്കാൻ പറ്റുള്ളൂ. ആ പരാതി ഏതെങ്കിലും ഒരു പരാതി ഇവിടെ തന്നിട്ട് അത് അന്വേഷിക്കാതെ അതിനെതിരെ മുഖം തിരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പരാതി ആലക്കോട് പഞ്ചായത്തിൻ്റെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അതിനോട് മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷേ തീർച്ചയായിട്ടും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങൾ പരാതി തരുമ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പാറമടയ്ക്ക് ലൈസൻസ് കൊടുക്കുന്നത് ശരിക്കും പഞ്ചായത്തല്ല, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് തൊട്ട് സെൻട്രൽ ഗവൺമെൻറ് തൊട്ട് താഴെ ഏറ്റവും അവസാനം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുകളിലുള്ള ഫയൽ വരുമ്പോൾ അതിൻ്റെ എല്ലാ പേപ്പറുകളും ഗവൺമെൻറ് നടപ്പാക്കി പരിശോധിച്ചതിന് ശേഷമാണ് ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ ഈ പേപ്പറുമായിട്ട് വരുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നോമിനിയാണ്. അവർ നമ്മുടെ കൂടെ ഭരണസമിതിയുടെ കൂടെ നിൽക്കുന്ന ആളല്ല. അവരുടെ മുമ്പിൽ ആ പേപ്പർ വരുമ്പോൾ അവർക്കത് എന്ത് പരാതി പറഞ്ഞാലും അവർക്കതിൽ ഒപ്പിട്ടേ പറ്റൂ. ഒപ്പിട്ടില്ലെങ്കിൽ അവരെ അതിൻ്റെ വിയോജനക്കുറിപ്പ് എഴുതും. ആ വിയോജനക്കുറിപ്പ് എഴുതുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗീകാരം വേണം. പഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗീകാരം എന്ന് പറയുന്നത് ലൈസൻസ് കൊടുക്കാതിരിക്കാനുള്ളതല്ല. ഒരു പദ്ധതി പ്രവർത്തനം തുടങ്ങി ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്ന, ജനങ്ങൾക്ക് ഭാവിയിൽ ദോഷമുണ്ടാകുന്ന എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. അതുപോലെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെടുന്നത്. അതിന് എല്ലാ പൊതുജന പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. LDF പ്രതിനിധി രതീഷിനോടൊരു കാര്യം, ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു ടൂറിസവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ സത്യത്തിൽ ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയ ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെയല്ലേ? ഇതിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ഈ ലോകത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ ഈ ലോകത്ത് ഇന്ന് കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങൾ, ലോകത്ത് കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളിൽ ഒന്നിൻ്റെ പേര് കേരളമാണ്. ആ കേരളത്തിലെ 14 ജില്ലകളിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയുടെ പ്രാധാന്യം എന്താ? നിങ്ങൾ നോക്ക്. ഈ കേരളത്തിൻ്റെ കാശ്മീർ എന്ന് പറയുന്ന മൂന്നാർ ഇടുക്കി ജില്ലയിലാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ കൊടയത്തൂർ പഞ്ചായത്ത് ഇപ്പോഴും അവിടെ സിനിമയുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെ നടക്കുന്നു. ആ കൊടയത്തൂർ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് ആനക്കയം. ആ ആനക്കയം പ്രദേശത്ത് ഈ ആലക്കോട് പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടിട്ട് അതിനെ ഒരു ഡംപിങ് യാർഡാക്കി മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത ഭരണസമിതിയുടെ പേരാ UDFൻ്റെ ഭരണസമിതി. നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പോഴും ആ കടലാസ് പഞ്ചായത്ത് ഓഫീസിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ട് ചേർന്ന് നടക്കുന്നതാണ് മലങ്കര ജലാശയം. മലങ്കര ജലാശയത്തിൻ്റെ ആ തീരപ്രദേശം എന്ന് പറയുന്നത് മുട്ടം പഞ്ചായത്തിന് അനുകൂലമായിട്ടാണോ അതോ ആലക്കോട് പഞ്ചായത്തിന് അനുകൂലമാണോ? നിങ്ങൾ ആലക്കോട് പഞ്ചായത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, അങ്ങ് മോളിൽ കാണുന്ന ഒരു മല, ആ കൊടയത്തൂർ മല ഉൾപ്പെടെ കാണാൻ പറ്റും. അങ്ങനെ ആലക്കോടിൻ്റെ ടൂറിസം വികസനത്തിന് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് കൊടയത്തൂരും ആനക്കയും ആ മലങ്കരയും ചേർന്ന് വലിയ ഒരു തനതായ പദ്ധതികൾ രൂപീകരിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു പോയൊരു UDF ഭരണസമിതിയാണിത്. അതിനെക്കുറിച്ചൊന്നും ഇവർ മിണ്ടില്ല. പിന്നെ കോൺഗ്രസിൻ്റെ പേർവന്തി ഇവിടെ ഒരു കാര്യം അംഗീകരിച്ചു. ഇവിടെ പാറമടകൾ ഉണ്ടെന്ന് അംഗീകരിച്ചല്ലോ. രണ്ടാമത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പറഞ്ഞു ഇവിടെ പുതിയതായിട്ട് അനുവദിക്കുന്നില്ല. ഇത് 10 വർഷത്തിനിടയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു നിയമം പറഞ്ഞു, എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെയും നേതൃത്വത്തിലാണ് ഇവിടെ പാറമടകൾക്കെല്ലാം അനുമതി കൊടുക്കുന്നതെന്നും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിക്ക് ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതിയെന്നും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും. നിങ്ങൾ നോക്കിയേ, ഇതേ പഞ്ചായത്ത് തന്നെയല്ല കരിങ്കുന്നം പഞ്ചായത്ത്.
ഈ നാട്ടിൽ 14,000-ഓളം വരുന്ന മനുഷ്യരെ ബാധിക്കുന്ന ഈ പാറമട വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഹൈക്കോടതി കേസിന് പോകണമായിരുന്നു. പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അതല്ല ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം. ഇവർ പ്ലൈവുഡ് കമ്പനിക്ക് അനുമതി കൊടുക്കും, ഇവർ പാറമടയ്ക്ക് അനുമതി കൊടുക്കും, ഈ നാട്ടിൽ മാലിന്യ സംസ്കരണം കൊണ്ടുവരും, എല്ലാം നശിപ്പിക്കുന്ന പരിപാടി അല്ലാണ്ട് ഒരു കേസും ഇതുവരെ ഇവർ ചെയ്തതായിട്ട് എനിക്കറിയില്ല, ഇവിടെ ഞങ്ങൾക്കും അറിയത്തില്ല കേട്ടോ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തിൽ ചുമ്മാ പൊട്ടിമുളച്ച് വന്നതല്ലല്ലോ, നല്ല അടിസ്ഥാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി ഇതിൻ്റെ അകത്ത് പ്രതികരിച്ചിട്ടില്ല? ഞങ്ങൾ ലൈസൻസ് കൊടുക്കുന്നു, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ പാറമടക്കാരുടെ അനുകൂലമായിട്ട് UDF ഭരണസമിതി എന്ന് പറയുമ്പോൾ വളരെ പ്രബലമായ 9 വർഷം ഭരിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധികളാണ് നിങ്ങൾ. ആരെങ്കിലും ഒരു സമര പരിപാടിയായിട്ട് പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ പാറമടകളിലേക്ക് പോയിട്ടുണ്ടോ? അവിടെ ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, പാർട്ടി പറയുന്നുണ്ട്. ഇല്ല. നിങ്ങൾ ഓർക്കണം, 6 മാസം പുറകിൽ നിയമസഭയിൽ പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. ഒറ്റ ഓർഡിനൻസ് പാസ്സാക്കി 69ഓളം പാറമടകൾ പ്രവർത്തനരഹിതമായി കിടന്ന പാറമടകൾക്ക് പുനരുദ്ധാരണം നൽകിക്കൊണ്ട് വീണ്ടും അത് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്ത സർക്കാർ, ഇടതുപക്ഷ സർക്കാർ. അതിന് ആലക്കോട് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയല്ല കൊടുത്തത്. നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ നിങ്ങൾ പറയുന്നത് ന്യായീകരിക്കുന്നതല്ല, അത് എടുത്തൊരു തീരുമാനമാണ്. ഇവിടുത്തെ പത്രമേഖലകളിലും പത്രമാസികകളിലൊക്കെ ഉള്ള നിങ്ങളുടെ അവരുടെ ലേഖനങ്ങൾ നോക്ക്. അവർ പറയുന്നു ഖനനം, സർക്കാർ പറയുമ്പോൾ ഞങ്ങൾക്ക് വികസന പ്രവർത്തനം നടത്തണം, വികസന പ്രവർത്തനം അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് BJPക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? അതിനു മുമ്പ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ പറയുന്ന 3 സെൻറ്റ് സ്ഥലമുള്ളവന് ലൈഫിൻ്റെ വീടാണെങ്കിലും അല്ലെങ്കിലും പ്രധാനമന്ത്രി വീടാണെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇവരിപ്പം പഞ്ചായത്തിൻ്റെ ഇതാണോ LDFിൻ്റെ ഇതാണോ ഒരു ഒരേക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതോടെ പാവങ്ങൾ 4 ലക്ഷം രൂപ അനുവദിച്ചാൽ അവിടെ കുറിച്ചിപ്പാട് മുകളിൽ ഒരു വീട് അങ്ങനെ പണിയും. ഒരു ഗുദാമിലേക്ക് ചെരിഞ്ഞ് ഒരേക്കർ സ്ഥലം കൊടുത്തേക്കുക, പഞ്ചായത്ത് കണ്ടെത്തി കൊടുത്തേക്കുക. അവിടെ എങ്ങനെ ഒരു വീട് പണിയും? ഈ 4 ലക്ഷം രൂപയ്ക്ക് ഉപേക്ഷിച്ച ആൾക്കാർ പോയി വേണ്ടെന്ന് പറഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്തിന് വീടുകളാണ് വരുന്നതാണ് പറയുന്നത്. അവിടെ എങ്ങനെ വീട് പണിയും? ഇതേ അഞ്ചിരി ഭാഗത്തൊക്കെ നല്ല നിരന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ഒരേക്കർ സ്ഥലം കെട്ടി പാവങ്ങൾക്ക് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് എവിടെയാണ് ഈ സ്ഥലം? ഇവിടെ കുറിച്ചിപ്പാട് തൊട്ട് മുകളിൽ. അങ്ങനെയാണോ സംഭവം? 5-ാം വാർഡിൽ ഇങ്ങനെ ഒരു 27ഓളം കുടുംബങ്ങൾക്ക്, അത് ആലക്കോട് പഞ്ചായത്തിൽ നിന്ന് ആരുമില്ല. ഇത് ഈ ബ്ലോക്കിൻ്റെ കീഴിലുള്ള 7 പഞ്ചായത്തിൽ നിന്നും 27 കുടുംബങ്ങളെയാണ്, നമുക്ക് വീടുമില്ല സ്ഥലവും ഇല്ലാത്ത 27 പേരുകളെയാണ് അവിടെ തിരഞ്ഞെടുത്തേക്കുന്നത്. അവർക്കാണ് ആ സ്ഥലങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും 64 ലക്ഷം രൂപ മുടക്കി അതിൻ്റെ ബൗണ്ടറി കെട്ടി അവർക്ക് വാസയോഗ്യമായി വീടുണ്ടാക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഫണ്ടുകൾ
അതിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകണം. അവിടെ ആകെ തുടക്കമായിട്ട് 2 വീടുകളെ ഇപ്പം നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളൂ. പറയൂ. ഞാൻ പഞ്ചായത്തിൽ വിവരാശം വെച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ലിസ്റ്റ് ആലക്കോട് പഞ്ചായത്ത് തരാൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിലും വെച്ചു. 2 പഞ്ചായത്തിലും എനിക്ക് കഴിഞ്ഞ ദിവസം 2004-1-2005 കിട്ടിയാൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇവിടെ പാവങ്ങളില്ലേ ഈ പഞ്ചായത്തിൽ? എല്ലാവരും സമ്പന്നരാണ് ജീവിക്കുന്നത്. പിന്നെ എങ്ങനെ കണ്ടെത്തും? ഇത് ലിസ്റ്റ് ഇതുണ്ട്. പഞ്ചായത്തിൽ നിന്ന് വന്നേക്കണോ? വിവരാശം വന്നേക്കണോ? തെളിയിക്കാം അവർക്ക്. ഹലോ ഹലോ അവിടെ ഒരാൾക്ക് ചോദിക്കാൻ ഇല്ല കുഴപ്പമില്ല. ഈ ഭരണസമിതിയോടാണ് ചോദ്യം. ഭരണസമിതിയോടാണ് ചോദ്യം. നമ്മുടെ എടവട്ടി പഞ്ചായത്തിൻ്റെ ലൈസൻസ് വെച്ചിട്ട് നമ്മുടെ ആലക്കോട് പഞ്ചായത്തിൽ ഒരു പാറമട ഖനനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അതായത് അതിർത്തി ഇതുവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പറയണം. അത് എവിടെയാണ് സ്ഥലം വരുന്നത്? അത് ഈ കച്ചറപ്പാറ ഭാഗത്താണ്. അല്ല, ഇപ്പൊ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏത് വാർഡിലായിരിക്കും? ഒന്നാം വാർഡിൽ. അത് എന്താണ്? അതായത് ഏകദേശം ഒരു 10ഓളം നമ്മുടെ പഞ്ചായത്ത് കൊടുത്തിട്ടില്ല. ഇല്ല. അതായത് അവിടെ ഒരു 10ഓളം വരുന്ന കുടുംബങ്ങൾ ഇതിന്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുന്നുണ്ട്. ഇതുവരെ അതിന്റെ ആ ഒരു അതിർത്തി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് 6-ാം വാർഡിൽ അല്ല, തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്ത്, ഇവിടെ ആലക്കോട് പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഖനനം നടക്കാൻ പാടില്ല. പക്ഷേ ഇവരൊക്കെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം, ഇവരുടെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരാൾ തന്നെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്ത് കയറിയിട്ട് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ പാറമടക്കാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചാണ് ഇവിടെ ഭരണം നടത്തുന്നതെന്ന് ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്ത് കയറി പറഞ്ഞവരാ ഇതിൻ്റെ ഘടകകക്ഷിയിലുള്ളവർ വരെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും കൂടി ഇവർ മറുപടി പറയണ്ടേ? മറുപടി വളരെ ശക്തമായ ഒരു ആരോപണമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഇപ്പോൾ പറഞ്ഞല്ലോ, മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ 6-ാം വാർഡിൽ കേന്ദ്രീകരിച്ച് ഒരു 19 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു നഗരമുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വേസ്റ്റ് പ്ലാസ്റ്റിക് സംഭവങ്ങളെല്ലാം കൊണ്ടുപോയി ഇടുന്ന ഒരു കെട്ടിടം പോലെ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത്. അവിടെ പാമ്പ് ആയി അല്ലെങ്കിൽ പട്ടി പെറ്റി കിടക്കുന്നു. ആ രീതിയിലുള്ള ഇതായിട്ട് ഇഷ്ടംപോലെ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും ഈ ഭാഗത്ത് ആലക്കോട് പഞ്ചായത്തിൽ ഒരുപാട് തരിശു ഭൂമികളായിട്ട് കിടപ്പുണ്ട്. ഇവർക്കത് കണ്ടെത്തി അവിടെ കൊണ്ടുപോയി അത് ചെയ്യാൻ പറ്റില്ല. 2 ചോദ്യങ്ങളാണ്. പ്രധാനമായിട്ടും പാറമടയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം, മറ്റൊന്ന് മാലിന്യ പ്രശ്നവും. അതായത് നമ്മുടെ പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു പാറമടയ്ക്ക്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിലെ മറ്റ് പഞ്ചായത്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? എടവെട്ടി പഞ്ചായത്തിൻ്റെ ലൈസൻസിൽ ആലക്കോട് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ കയറി പാറമട പൊട്ടിക്കുന്നതായി നമുക്ക് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പരാതി ലഭിച്ചതിന് ശേഷം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും അങ്ങനെ ഉദ്യോഗസ്ഥരെല്ലാം കൂടി പോയി സൈറ്റ് സന്ദർശിക്കുകയും അവിടെ അതിനുശേഷം അവിടെ 9 സ്ഥലങ്ങളിൽ പോലീസ് ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ലെറ്റർ അയക്കുകയും അതിൻ്റെ മറുപടി എന്നോണം വില്ലേജിലേക്ക്, കളക്ടർ എടുത്തുന്ന വില്ലേജിലേക്ക് വരികയും വില്ലേജും താലൂക്ക് ആളുകളെല്ലാം അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എല്ലാം പോയി സ്ഥലം പരിശോധിച്ചതിന് അടിസ്ഥാനത്തിൽ 8/9 എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അതിർത്തിയിൽ എടവെട്ടി പഞ്ചായത്ത് ഈ പാറമടയ്ക്ക് ലൈസൻസ് കൊടുക്കുകയും ഈ 8/9 എന്ന് പറയുന്ന ഈ സ്ഥല ഭൂപ്രദേശങ്ങൾ ഇത് എടവെട്ടി പഞ്ചായത്തിലല്ല ആലക്കോട് പഞ്ചായത്തിലാണെന്ന് ആലക്കോട് പഞ്ചായത്തിൻ്റെ സാറ്റലൈറ്റ് സർവേ പ്രകാരം ഞങ്ങൾ പോയി എടവെട്ടി പഞ്ചായത്ത് ഭരണസമിതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കളക്ടർ കൊടുത്ത നിവേദനത്തിൻ്റെയും അതിൻ്റെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സബ് കളക്ടറുടെ അടുത്ത് നിന്നും സബ് കളക്ടർ അത് ലെറ്റർ പ്രകാരം കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ നിന്ന് JDക്ക് നമ്മൾ കൈമാറിയിരിക്കുകയാണ്. ആ JD ഇനി താലൂക്ക് സർവേയർ മുഖേന അല്ലെങ്കിൽ നമുക്കിത് അളന്ന് തിട്ടപ്പെടുത്തി തന്നതിന് ശേഷം നമ്മളിതിന് നടപടിയായിട്ട് മുന്നോട്ട് പോകണം. 2 തവണ നമ്മൾ സ്റ്റോപ്പുമോ കൊടുത്തിട്ട് പോലും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു 4 ദിവസത്തിൽ കൂടുതൽ നിർത്തിവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. അത് ഈ പഞ്ചായത്തിൻ്റെയും എടവെട്ടി പഞ്ചായത്തിൻ്റെയും അതിർത്തി നിർണ്ണയിക്കാനുള്ള എല്ലാവിധമായ കമ്മിറ്റി തീരുമാനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ പറഞ്ഞു മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ, മാലിന്യ സംസ്കരണ പ്രിയപ്പെട്ട രതീഷ് പറഞ്ഞ പോലെ നമ്മൾ വികസനത്തെ മുരടിച്ചുകൊണ്ടുള്ള മാലിന്യ സംസ്കരണമല്ല.
MBIPയുടെ നമ്മൾ മലങ്കര ജലാശയത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 50 സെൻറ്റ് സ്ഥലം തന്നേക്കുന്നത് ഈ മാലിന്യങ്ങൾ നമ്മൾ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന സ്വീകരിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുപോയി അവിടെ നിർമ്മാർജ്ജനം ചെയ്യാനല്ല, അവിടെ ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് അത് അവിടെ നിന്ന് നമ്മൾ കേരള അല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ ഈ മാലിന്യ സംസ്കരണം അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുക മാത്രമാണ്. അവിടെ നമ്മൾ ബിൽഡിംഗ് ചെയ്യുന്നത്. ചോദിച്ചോളൂ മൈക്കൊന്നും ചെയ്യണ്ട. എനിക്ക് ചോദിക്കാനുള്ളത് 12-ാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ ആ ഭാഗത്ത് ഒരു പാറമടയുടെ അതിരൂക്ഷമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ 10-13ഓളം കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൽ ഒരു 3-4 പരാതികൾ കൊടുക്കുകയും ഞങ്ങൾ അതുപോലെ ഉദ്യോഗസ്ഥ തലത്തിലും മറ്റെല്ലാ തലത്തിലും നിവേദനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങി സർവ്വസ്ഥലത്തും പരാതി കൊടുത്തു, അന്വേഷണം ഉണ്ടായി. പക്ഷേ ഈ പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ വാർഡ് മെമ്പർ അല്ലാതെ വേറെ ഒരു വ്യക്തികൾ ആ ഭാഗത്തുള്ള വീടുകൾ നോക്കുകയോ അന്വേഷിക്കുകയോ കാണാനോ വരാനോ യാതൊരു തരത്തിലും ഒരുത്തരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ 13ഓളം വീടുകളുണ്ട്. ഞാൻ ഉൾപ്പെടെ എൻ്റെ വീട് ഉൾപ്പെടെ ഉള്ള വീടുകളെല്ലാം പൊട്ടി വിണ്ട് കീറി കുടിവെള്ളം, എൻ്റെ മുറ്റത്തൊരു കിണറുണ്ടായിരുന്ന വെള്ളം പറ്റിപ്പോയി. അതുപോലെ തൊട്ടപ്പുറത്തെ ഒരു വീട്ടിലെ കിണർ ആ വെള്ളം പറ്റി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും 10-12 വീട്ടുകാർ എന്നും വെള്ളം കോരിക്കൊണ്ടിരുന്ന വീടുകളാണ്. ഇപ്പം ആ വീട്ടുകാർക്കിൻ്റെ കണ്ടില്ല, അവർക്ക് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ വെള്ളം പറ്റിപ്പോവുകയാണ്. ഈ ഭരണസമിതി എന്ത് തീരുമാനം എടുത്തു എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആലക്കോട് പഞ്ചായത്തിൽ ഇപ്പം ഈ ആ വാർഡിൽ നടക്കുന്ന പാറമടയെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ പാറമടയെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചോദിക്കട്ടെ, 1999 ഒരു പാറമടയും ജനവാസ മേഖലയും തമ്മിലുള്ള ദൂരം 200 മീറ്ററായിരുന്നു. അത് വീണ്ടും അത് 150 മീറ്ററിലേക്ക് കൊണ്ടുവന്ന് 100 മീറ്ററിലേക്ക് കൊണ്ടുവന്ന് മിനിഞ്ഞാത്ത മലയാള മനോരമ പത്രം എല്ലാ പത്രത്തിലും നിങ്ങളെടുക്കുന്നൊരു വാർത്ത കാണാം. ഹരിത ട്രിബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന 100 മീറ്റർ 150 മീറ്റർ ആകണമെന്ന് പറഞ്ഞ് ഹരിത ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്തപ്പം ആ കേസിനെതിരെ പോയത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന വക്കീലാണ്. ആ കേസ് തള്ളിപ്പോയി, 50 മീറ്ററിലേക്ക് നിജപ്പെടുത്തി. ഇപ്പോൾ നിങ്ങളൊരു പരാതി വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൈനിങ് ജിയോളജിക്കും പൊല്യൂഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിനും എൻവയറമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇപ്പോൾ നമ്മൾ പരാതി അയക്കും. ആ പരാതി എന്ന് പറഞ്ഞാൽ എയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്നത്. ആ പരാതി അവർ പരിഗണിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, ഗവൺമെൻറ് റൂൾ അനുസരിച്ച് 50 മീറ്റർ മതി. പക്ഷേ സ്വാഭാവികമായിട്ട് അവിടെ ജനവാസ മേഖലയിൽ ആൾ താമസിക്കേണ്ടതിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. പ്രതിനിധിന് മറുപടി ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞു തീർന്നോട്ടെ, കൺക്ലൂഷൻ വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പരാതികൾ പരിഗണിച്ചിട്ടുണ്ട്, നമ്മളവിടെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തപ്പോൾ അവർ വന്നിരിക്കുന്ന പരാതിക്കാർ, ആ പരാതിക്കാർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ പരാതി എടുക്കേണ്ട കാര്യം ഉടമസ്ഥനില്ല. പക്ഷേ ഒരു മാനുഷിക പരിഗണന വെച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ പറഞ്ഞു ഒരു ഭൂമിക്ക് ഇന്ന വിലയിടുന്നു. ഞങ്ങളൊരു ഒരിക്കലും പഞ്ചായത്ത് മെമ്പർമാർ എൻ്റെ അത് ബ്രോക്കർമാരല്ല. അപ്പോൾ അവർ പറയുന്ന വിലയും നിങ്ങൾ തമ്മിലൊരു ധാരണയായെങ്കിൽ അവർ ആ സ്ഥലം എടുക്കാൻ തയ്യാറാണ്. ഞാൻ ആണയിട്ട് പറയുന്നു, ഞങ്ങൾ അവരെ ന്യായീകരിക്കുന്നതല്ല, ഞങ്ങൾ മീഡിയേറ്ററല്ല, ഞങ്ങൾ ബ്രോക്കർമാരല്ല. പക്ഷേ അതിൽ തമ്മിലുള്ള പണസംബന്ധമായ വ്യത്യാസത്തിലാണ് അവിടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത്. പിന്നെ അവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരതിൻ്റെ നിയമത്തിൻ്റെ വഴിയിൽ അവർ പോകും. പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വക്കീലിനെ വെച്ചുകൊണ്ടോ കോടതി നമുക്ക് ട്രിബ്യൂണലിൽ നമുക്ക് വക്കീലുണ്ട്, അവരെ വെച്ചുകൊണ്ട് നമുക്ക് ബാധിച്ചു നോർത്ത് നമ്മൾ ജയിക്കണമെന്നില്ല. കാരണം അത് നിയമം എങ്ങനെയാണോ അനുശാസിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകണേ. പക്ഷേ ആളുകളുടെ ഒരു പരാതിയുടെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ട്, പൂർണ്ണമായിട്ടുമുണ്ട്. അതെല്ലാ കക്ഷികളും ഇവിടെ അതിൻ്റെ അനുഭാവം പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അതിനെ CPM മാറ്റി നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞത്, ഈ CPM കാര്യം പറഞ്ഞത്, ഇതിന് അനുമതി കൊടുത്തതും അതുപോലെ തന്നെ ഈ ട്രിബ്യൂണലിൽ വിധി വന്നപ്പം ആരും ഒരു അക്ഷരവും അതിനെതിരെ വേണ്ടിയിട്ടില്ല. മിനിഞ്ഞാത്ത പത്രം നിങ്ങളെടുത്ത് നോക്ക്, 50 മീറ്ററിലേക്ക് നിജപ്പെടുത്തി. എങ്ങനെ പോകും കാര്യങ്ങൾ? പഞ്ചായത്താണോ ഇതിൻ്റെ കുറ്റക്കാർ? LDF പറയാനുണ്ടോ അല്ലെങ്കിൽ മറുപടി? ഇപ്പോൾ കിട്ടും ഈ കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാറയുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനിതിൻ്റെ തുടക്കം തൊട്ട് സൂചിപ്പിക്കുന്നത് എന്താ, ആലക്കോട് പഞ്ചായത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 14,000 ആണ്. ഒരു പാറമട നടത്തുന്നതിൻ്റെ മാനദണ്ഡം എന്തൊക്കെയാണ്? 1 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര പാറമടകൾ പറ്റും? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ മതി. 1 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര പാറമടകൾ ആലക്കോടുണ്ട്? നിങ്ങൾ നോക്ക്. LDFിന്റെ പ്രതിനിധിയോട് ബഹുമാനപ്പെടുത്തി ഞാൻ പറയുന്നു, ഇത് നിയമം അനുശാസിക്കുന്ന പഞ്ചായത്തല്ല, സർക്കാർ കൊടുക്കുന്ന നിയമത്തിന്. ആലക്കോട് സർക്കാർ എങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിങ്കുന്നം പഞ്ചായത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? കരിങ്കുന്നം പഞ്ചായത്തിൽ നടക്കാതിരിക്കുകയും ആലക്കോട് പഞ്ചായത്തിൽ നടക്കുന്നതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. അല്ല, ഇനി അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കൊടുക്കാനില്ല, മൊത്തം കൊടുത്തു കഴിഞ്ഞു. ഇനി പാറയുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. മൊത്തം കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, നിലവിൽ ഇനി ഇവിടെ പാറമടയ്ക്ക് കൊടുക്കാനുള്ള ഒരു അവകാശവും ഇല്ല. ഇനി അത് കൊടുക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, ഇപ്പോൾ ലൈഫിൻ്റെ കാര്യം സൂചിപ്പിച്ചേക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരൊന്ന് നോക്കിയേ.
നിങ്ങൾക്ക് ലൈഫ് വീട് കിട്ടിയത് എനിക്ക് തോന്നുന്നു 99-2000 ഹെഡ്കോ പദ്ധതിയിലൂടെ. അതിനുശേഷം ഇവിടെ ആർക്കൊക്കെ വീട് കിട്ടിയേക്കുന്നത്? ഈ 2016 ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് 2016 ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ലൈഫ് ഭവന പദ്ധതി കൊണ്ടുവന്നത്. ഇവിടെ 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ കഥകൾ പറയുന്നു. തൊട്ടപ്പുറത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ 151 വീടുകൾ പൂർത്തീകരിച്ചു. ഇവിടെ പൂർത്തീകരിച്ചെന്ന് പറയുന്നത് 59 വീടുകളാണ്. PMA വഴി 6 അങ്ങനെ 65 വീടുകൾ ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പം അതൊരു ഭരണ നേട്ടമാണോ? ഇപ്പോഴും വീടില്ലാത്ത എത്ര ആളുകളുണ്ട് നമ്മുടെ ആലക്കോട് പഞ്ചായത്തിൽ? അതവർ ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഇപ്പോഴും മലങ്കര ടൂറിസത്തിൻ്റെ സാധ്യതകളെ ഈ ഭരണസമിതി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. അവിടെ ഡംപിങ് യാർഡ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഞാൻ ആരോപണം ഉന്നയിക്കുമ്പോൾ പറയുകയാണ് സർക്കാർ സംവിധാനത്തിൽ പറഞ്ഞെന്ന്. നിങ്ങൾ ആ ടൂറിസം പദ്ധതിനെ ഭാവനാപൂർണ്ണമായിട്ട് നിങ്ങൾ നോക്ക്. ഈ മലങ്കര ടൂറിസമായിട്ട് ആലക്കോട് പഞ്ചായത്തിൻ്റെ തനതായിട്ട് പദ്ധതികൾ ഏതൊക്കെയുള്ളത്? ഇതേ ഇപ്പോൾ ഇവിടെ യാത്രാ ക്ലാസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതേ ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ യാത്രാ സൗകര്യം ഇല്ലാതിരിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്രാമവണ്ടി എന്ന് പറഞ്ഞൊരു സംവിധാനം ഒരുക്കി. പഞ്ചായത്ത് ഡീസൽ അടിച്ചു കൊടുത്താൽ മതി, അവിടെ KSRTC ബസ് ഇട്ട് കൊടുക്കും. ഈ പഞ്ചായത്തിൽ അത് ചെയ്തിട്ടുണ്ടോ? ദീർഘകാലമായിട്ട് അവിടുന്ന് ആളുകൾ കാരിക്കോട് പോയിട്ടല്ലേ തിരിച്ചു വരുന്നത്. മറ്റൊന്ന് BJPയുടെ പ്രകൃതി സൂചിപ്പിച്ചത്, ഇവിടെ KSRTCയിൽ പോയി അവിടുത്തെ ഓഫീസറെ കണ്ടെന്ന്. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. മൂലമറ്റം തൊട്ട് ആനക്കയം ഇഞ്ചാനി ചെരുവ് സെറ്റ് വഴി ആലക്കോട് വഴി കരിമണ്ണൂര് വണ്ണപ്പുറം പോകുന്ന ബസ് സർവീസ് ഉടനെ തന്നെ ആരംഭിക്കും. അടുത്തൊരു ബസ് സർവീസും കൂടെ ഉണ്ട്. അഞ്ചിരി ആനക്കയം കുട്ടപ്പവങ്കാല അഞ്ചിരി കാപ്പിത്തോട്ടം വഴിയുള്ള ബസ് സർവീസ് ആരംഭിക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. ഒരു നാടിന് കുടിവെള്ള പ്രശ്നമുണ്ടോ? ഈ ആലക്കോട് പഞ്ചായത്തിൽ തച്ചിട്ടുപാറയിൽ ഇപ്പോഴും കുടിവെള്ള പ്രശ്നം ഈ 9 വർഷക്കാലമായിട്ട് പരിഹരിക്കാൻ കഴിയാത്ത ഭരണസമിതി ആയത്. ഒറ്റ കാര്യം കൂടെ, ഇദ്ദേഹത്തിൻ്റെ വാർഡിൽ അവിടെ ഒരു റോഡുമായി ബന്ധപ്പെട്ടൊരു വിഷയം. സ്വകാര്യ വ്യക്തി റോഡ് എഴുതി കൊടുത്തു. മറ്റത്തിപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്തോട്ട് നിങ്ങൾ റോഡ് പണിത് കൊടുക്കണമെന്ന്. ആ പേപ്പർ ഇപ്പോഴും ഫയലിലിരിക്കുക. ആ പ്രദേശത്ത് കിടക്കുന്ന ഒരു 43 കുടുംബങ്ങൾ എങ്ങനെ പോകുന്നതെന്ന് നോക്കിയേ. ഇവരെന്ത് ചെയ്തു? സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെ ക്രിയാത്മകമായ ഒരു ചർച്ചയാണ് ആലക്കോട് പഞ്ചായത്തിൽ ഇവിടെ ദൃശ്യ പോരാട്ടം 2025 ബന്ധപ്പെട്ട് നടന്നത്. ഇനി പല കാര്യങ്ങളും ഇവിടെ ഉന്നയിക്കപ്പെട്ടു. ഇനി വരുന്ന ഭരണസമിതി അത് ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയട്ടെ. വീണ്ടും അടുത്ത ഒരു പഞ്ചായത്തിൽ പോരാട്ടവുമായി കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile, Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures.